ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IS ഫാക്ടേഴ്സ് ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ്. നമ്മൾ ഇന്ന് 6th December ആണ് കവർ ചെയ്യുന്നത്. സോ എനിക്കറിയാം 2 ദിവസത്തെ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഞാനത് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് അത് കവർ ചെയ്ത് തരാം, ഡോ നോട്ട് വറി. സോ ഇന്നത്തെ പേപ്പർ ഇന്ന് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. സോ ദാറ്റ് പലപ്പോഴും ഇങ്ങനെ ഒരു ബ്രേക്ക് വന്നപ്പോൾ നമ്മൾ ഇനി ഒരുപാട് ദർ ഇസ് നോ പോയിന്റ് ഓഫ് ജസ്റ്റ് കീപ്പിംഗ് എ ബാക്ക് ട്രാക്ക്. നമുക്കിനി അല്ലെങ്കിൽ അത് ട്രെയിൽ ചെയ്തുകൊണ്ടിരിക്കുക പത്രങ്ങളിൽ. സോ വിൽ ഗോ ഓൺ വിത്ത് ദ കറന്റ് ന്യൂസ് പേപ്പർ. ബാക്കി കവർ ചെയ്ത് തരാം. ഓക്കെ, so let's take up the important Delhi edition ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. Let's start the important content of the day. So starting off with Parliament. പാർലമെന്റിന്റെ ഒരു വാർത്ത വെച്ചാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിൽ വേറൊന്നുമല്ല, പാർലമെന്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് ഭാഷയാണ്. ബില്ലിന്റെ പേരിടുമ്പോൾ അത് റീജിയണൽ ലാംഗ്വേജിൽ ഇടുന്നതാണോ അതോ നമുക്ക് ഇംഗ്ലീഷിൽ ഇടണോ അതോ ഹിന്ദിയിൽ ഇട്ടാൽ മതിയോ എന്നൊരു ചോദ്യമാണ്. ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വന്നത് ബില്ലുകൾക്കെല്ലാം ഹിന്ദി നെയിം കൊടുത്തു എന്നാണ് പറയുന്നത്. സോ അവിടുത്തെ ഒരുപാട് നോൺ ഹിന്ദി സ്പീക്കിംഗ്, സോ ഇതിൽ പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്, മോർ ദാൻ 60% ഓഫ് ഇന്ത്യസ് പോപ്പുലേഷൻ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹിന്ദി എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇതിൽ ഷെയർ ചെയ്യുന്ന എടുത്തു പറയുന്ന ഒരു കാര്യം, ഹിന്ദിയിൽ പേര് വെക്കുന്നതിൽ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വന്നിട്ടുള്ളത് ഈ ബില്ലിന് പേരിട്ടപ്പോഴാണ്. അതായത് ഇന്ത്യൻ എയർക്രാഫ്റ്റ് ബില്ലാണ് ഇതിന്റെ ഏറ്റവും വലിയ ചർച്ച കൊണ്ടുവന്നത്. ഇന്ത്യൻ എയർക്രാഫ്റ്റ് ബിൽ, ഇതിനിട്ട പേരെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ദേ സ്റ്റാർട്ടഡ് ഗിവിംഗ് ദ നെയിം ഭാരതീയ വായുയാൻ വിധേയക്. ഭാരതീയ വായുയാൻ വിധേയക് എന്ന് പറയുമ്പോഴാണ് ഇത് ഒരുപാട് പേർക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർ പറഞ്ഞത് ഇതെല്ലാം ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. സോ ദിസ് ഓൾസോ ബ്രിങ്സ് എസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ. ഇവിടെ തന്നെ നമുക്ക് കാണാം ആർട്ടിക്കിൾ 348 ക്ലോസ് 1B. അപ്പോൾ ഇതെന്താണെന്നുള്ളതും നമുക്ക് സിവിൽ സർവീസിന്റെ ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കണം. കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് ആർട്ടിക്കിൾ 348 എന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കണം. എന്താണ് ആർട്ടിക്കിൾ 348 എന്നുള്ളത് ഇതിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ യു ഷുഡ് നോ വാട്ട് ഇസ് ആർട്ടിക്കിൾ 348. ഈ 348 പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് 348 പറയുന്നുണ്ട് ലെജിസ്ലേഷന്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റുകൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതുകയാണെങ്കിൽ ആ എഴുതുന്ന ടെക്സ്റ്റുകളെല്ലാം ഇംഗ്ലീഷിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ആർട്ടിക്കിൾ 348 ഇവിടെ ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. ഈ ഹിന്ദിയിൽ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നാഷണൽ ലാംഗ്വേജ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരുപാട് MPs ഒപ്പോസ് ചെയ്യുന്നുണ്ട്, ഇത് മനസ്സിലാവുന്നില്ല എന്നല്ലേ. സോ അതുകൊണ്ട് കീപ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. ആൻഡ് ആർട്ടിക്കിൾ 348 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റിമെമ്പർ, ഇംഗ്ലീഷിൽ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് വേണം എന്ന് മാൻഡേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളും കൂടാണ് 348 എന്നുള്ളത്. സോ യു ഷുഡ് ഹാവ് എൻ ഐഡിയ വിത്ത് ദിസ്. സോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റേറ്റിന്റെ പേരിൽ ഈ സെൻറ്ററും സ്റ്റേറ്റ്സും തമ്മിൽ ഇതേപോലെ താഴേക്കുള്ള ഒരുപാട് സ്റ്റേറ്റ്സും തമ്മിൽ ലാംഗ്വേജിന്റെ പേരിൽ ഡിസ്പ്യൂട്ട് വരുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഫെഡറൽ പ്രിൻസിപ്പിൾസിന്റെ ഒരു ടസിൽ തന്നെയാണ്. സോ ഇറ്റ്സ് ഈവൻ യു ക്യാൻ സേ ദാറ്റ് ഫെഡറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഫെഡറലിസത്തിന്റെ പ്രിൻസിപ്പിൾസ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൽ തന്നെ ഒരു ലാംഗ്വേജിന്റെ പേരിൽ വലിയൊരു പ്രശ്നം വരികയാണെന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. സോ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത ഇതിൽ ലാംഗ്വേജിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. പിന്നെ അടുത്തത്, ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ആന്റി സ്മോക്ക് ആൻഡ് സ്പ്രേയിങ് വാട്ടർ ആസ് പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് ബ്രിങ്സ് അറ്റ് ഡൽഹി. ഭയങ്കര മോശം അവസ്ഥയിൽ ഇപ്പൊ ഇന്നത്തെ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട്, നമുക്ക് ഓൾറെഡി അവിടെ ഡൽഹിയിൽ നമുക്കറിയാം ഓൾറെഡി ഗ്രാപ്പ് ഉണ്ട്, ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ആണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയും എല്ലാവരും പറഞ്ഞിട്ട് ഗ്രാപ്പ് 4 ആണ് ഓടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ചെറിയ വ്യത്യാസം വന്നു എന്നാണ് പറയുന്നത്. ഓൾമോസ്റ്റ് 400+ മുകളിൽ നിന്നിരുന്ന കാര്യം 350 താഴെ വന്നു. ഏകദേശം 350 ഒക്കെ വരുമ്പോൾ ഗ്രാപ്പ് 3 വേണം. ഗ്രാപ്പ് 400 കഴിഞ്ഞാൽ ഗ്രാപ്പ് 4, 350 ഒക്കെ റേഞ്ച് വരുമ്പോൾ ഗ്രാപ്പ് 3 വേണം. ഇപ്പോൾ അത് പറയുന്നത് ഇറ്റ് ഹാസ് ഈവൻ കം ഡൗൺ ടു 300. ഇറ്റ് ഹാസ് ഗോൺ ബിലോ 300. സോ ഇറ്റ്സ് ടൈം ടു പുട്ട് ഗ്രാപ്പ് 2. ഗ്രാപ്പ് 2 വേണം എന്നുള്ള രീതിയിലും ഇപ്പോൾ വാർത്ത വരുന്നുണ്ട്. സോ ഗ്രാപ്പ് 2 മതിയായിരിക്കും എന്ന് പറയുന്നുമുണ്ട്. സോ അത് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മനസ്സിലാക്കണം. ആൻഡ് ഇവിടെ കണ്ടാമിനേറ്റഡ് പൈപ്ഡ് വാട്ടർ ലീഡ്സ് ടു 3 deaths. പൈപ്പിൽ വരുന്ന വെള്ളം അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് പൈപ്ഡ് വാട്ടർ കാരണം കുറച്ച് ആൾക്കാർ മരണപ്പെട്ടു എന്നാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് പറയുന്നത്. സോ പിന്നെ ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട വേറൊരു ആർട്ടിക്കിളാണ് UGC. ഇതിൽ നമുക്ക് വി ഷുഡ് നോ വാട്ട് യു മീൻ ബൈ പ്രോബ. ഇതിൽ പറയുന്നുണ്ട് ISRO യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ 2 പ്രധാനപ്പെട്ട സാറ്റലൈറ്റ്സിനെ സ്പേസിലേക്ക് വിട്ടതാണ് പ്രോബ 3. അപ്പോൾ എന്താണ് പ്രോബ 3, എങ്ങനെയാണ് പ്രോബ 3 ഹെൽപ്ഫുൾ ആകാൻ പോകുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി നാഷണൽ ന്യൂസിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് പ്രോബ 3, വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താം. പിന്നെ അടുത്തത് എനിക്ക് തോന്നുന്നു നാഷണൽ പേജിലും ഇതിലൊക്കെ ഫുൾ ഉണ്ട്. ഇതിൽ തന്നെ അതിൻ്റെ സ്റ്റോറി, ഞാൻ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കഥ അങ്ങ് പറയാം. വേറൊന്നുമല്ല, UGC ഡ്രാഫ്റ്റ്സ് ഇതിൽ പ്രധാനമായിട്ടും കാണുന്നത്
UGC draft proposes biannual admissions. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് UGC ഇന്ത്യയിലെ കോളേജ് എഡ്യൂക്കേഷൻ മൊത്തത്തിൽ മാറ്റാൻ പോവുകയാണ്. ഇതിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടോ മിനിമം സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ ദ അവാർഡ് ഓഫ് UG PG ഡിഗ്രി റെഗുലേഷൻസ് 2024. ഇങ്ങനത്തെ കുറേ നിയമങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ, ഇഫ് യു ക്ലോസ്ലി അനലൈസ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കോളേജിൽ ഇപ്പോൾ പ്രധാനമായിട്ടും അതിലെടുത്തു പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. കോളേജിലാണെങ്കിൽ തോന്നി ഇപ്പോൾ ആക്സിലറേറ്റഡ് ഡിഗ്രി പ്രോഗ്രാം, നമുക്ക് വേണമെങ്കിൽ 3 വർഷത്തെ കോഴ്സൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് പഠിച്ചു തീർക്കാം. പെട്ടെന്ന് പഠിച്ചു തീർന്നിട്ട് വേറെ എന്തെങ്കിലും ജോലിക്കോ അല്ലെങ്കിൽ ഫാമിലി നോക്കാനൊക്കെ ചെയ്യാം. അതേപോലെ എക്സ്റ്റെൻഡഡ് ഡിഗ്രി പ്രോഗ്രാം പതുക്കെ സമയം എടുത്ത് പഠിച്ചാൽ മതി എന്നുള്ള രീതിയിലില്ലേ. ആൻഡ് അതേപോലെ തന്നെ NCRF വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക്. NCRFന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ക്രെഡിറ്റ്സ് എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവാന്നുണ്ട്. പിന്നെ ഇപ്പോൾ ബയാനൽ അഡ്മിഷൻ പറയുന്നത് സാധാരണ ഇഗ്നോൻ്റെയൊക്കെ അഡ്മിഷൻ കണ്ടിട്ടുണ്ട്. നമ്മൾ കോളേജിൽ എപ്പോഴും അല്ലെങ്കിൽ കോളേജിൽ അഡ്മിഷൻസ് എടുക്കുന്ന പോലെ ബൈ അഡ്മിഷൻസ് വരുമ്പോൾ ജൂലൈ ഓഗസ്റ്റിൽ ഒരു സീസൺ വരും. അതേപോലെ പിന്നീട് ജനുവരി ഫെബ്രുവരിയിലും വേറൊരു ഇൻടേക്ക് വരും. അപ്പോൾ 2 തരം അഡ്മിഷൻസ് കൊണ്ടുവരാൻ വേണ്ടി UGC പറയുന്നുണ്ട്. സോ പെട്ടെന്ന് ADP എന്ന് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് പാസ്സാവും, EDP സമയം എടുത്ത് പാസ്സാവുമെന്നാണ് പറയുന്നത്. പിന്നെ NCRF അനുസരിച്ച് നമ്മുടെ ക്രെഡിറ്റ് സിസ്റ്റം പറയുന്നുണ്ട് 50% ക്രെഡിറ്റ്, 50% ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻ സബ്ജക്റ്റ് പഠിക്കുന്ന തന്നെ എടുക്കാം. ബാക്കി 50% വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്കില്ല് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും കാൽക്കുലേറ്റ് ചെയ്യാം. ബെസ്റ്റ് ഓഫ് ഇതാണ്, നമ്മൾ എന്തെങ്കിലും സ്കില്ല് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അപ്രന്റീസ്ഷിപ്പോ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇതായിട്ട് എടുക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതിൻ്റെ പഠിച്ചതിൻ്റെ ഒക്കെ സ്കോർ നമുക്ക് ഇവിടെ എടുക്കാം. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. ഇവിടെ പറയുന്നത് ആ ഒരു രീതിയിലാണ്. സോ എന്തായാലും എഡ്യൂക്കേഷനിൽ വലിയൊരു മാറ്റം UGC പല രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. സോ ഹയർ എഡ്യൂക്കേഷൻസ്, ഈ സ്റ്റുഡൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻസ് ആണ് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എൻറോൾമെന്റ്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻ HE ആണ് കേട്ടോ. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ഇതെല്ലാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോസ് എന്താണ്, നെഗറ്റീവ്സ് എന്താണെന്നൊക്കെ വരും ദിവസങ്ങളിൽ യു ഷുഡ് ഓൾസോ ഹാവ് എൻ ഐഡിയ. അല്ലു അർജുൻ്റെ പുഷ്പ സിനിമ കണ്ട് അല്ലു അർജുനെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ്. കാരണം ഹൈദരാബാദ് പോലീസ് അല്ലു അർജുൻ്റെ ഹിസ് പേഴ്സണൽ സെക്യൂരിറ്റി സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ് അവിടെ ഒരു സന്ധ്യ തിയേറ്ററിൽ ആൾക്കാർ കാണാൻ വന്ന ഒരു പെൺകുട്ടീനെ 35 വയസ്സുള്ള ഒരു പെൺകുട്ടീനെയും മകനെയും അവിടുത്തെ സ്റ്റാമ്പ് ഒന്നിലും പറയില്ല തിക്കും തിരക്കിലും പെട്ട് അവർ മരിച്ചുപോയി അല്ലു അർജുനെതിരെ കേസ് എടുത്തിരിക്കുകയാണ്. സോ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, വെസ്റ്റേൺ UP ഫാമേഴ്സ് റെഫ്യൂസ് ടു ബഡ്ജ് ഡെസ്പൈറ്റ് പോലീസ് പ്രഷർ. ഇത് UPയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ബോർഡർ ഫാമേഴ്സ് ക്യാമ്പയിനിങ് ഇൻ ദ ശംഭു ബോർഡർ ബിറ്റ്വീൻ പഞ്ചാബ് ആൻഡ് ഹരിയാന. വേറൊന്നുമല്ല, അവരുടെ കുറേ സ്ഥലം അക്വയർ ചെയ്തിരുന്നു. ഗവൺമെന്റ് ഡെവലപ്മെന്റിന് വേണ്ടി സ്ഥലം എടുക്കുമല്ലോ. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അക്വിസിഷൻ നടക്കുന്ന സമയത്ത് ഇതിൽ കൊടുത്തിരുന്ന വില കുറച്ച് കുറഞ്ഞു പോയെന്നാണ് ഇവരുടെ വാദം. അതായത് അക്വിസിഷൻ ചെയ്ത പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് പണി കുറച്ചും കൂടെ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സോ കുറച്ചുകൂടെ നല്ല പ്രൈസ് തരണം എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇത്രയും വലിയ ചർച്ചയും പ്രൊട്ടസ്റ്റും ഇവിടെ നടക്കുന്നത്. ഐ ഹോപ്പ് ദാറ്റ് പോയിന്റ് ഇസ് വെരി ക്ലിയർ. മറ്റ് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഭഗത് സിംഗിൻ്റെ 30 സ്റ്റാച്യു ആണ് ഇപ്പോൾ ഷഹീദ് ഭഗത് സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് മൊഹാലി. അപ്പോൾ അതിൽ ഇത് കാണിക്കുന്നുണ്ട്. ആൻഡ് അതേപോലെ ബാക്കി സ്റ്റേറ്റ് വാർത്തകൾ നോക്കുമ്പോൾ പൊളിറ്റിക്കൽ വാർത്തകളല്ലാതെ നമുക്ക് ഏതുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ പൊളിറ്റിക്കൽ വാർത്തകളല്ലാതെ കോൽക്കട്ട ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാർത്ത ഓൾറെഡി കുറേ സിനിമകളുടെ പേരൊക്കെ പറയുന്നുണ്ട്, ഫിലിം മേക്കേഴ്സിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. വ്യവസ്ഥ പരിവർത്തൻ സെ ആത്മനിർഭർ ഭാരത് ബനता है हिमाचल. സോ സുദൃഢ ഹോത്തി ഗ്രാമീൺ അർത്ഥവ്യവസ്ഥ ഹിമാചൽ കെ ഇതിഹാസ് മേ പഹലി ബാർ. ഇത് മൊത്തം ചില സമയത്ത് ഞാൻ പറഞ്ഞില്ല, പരസ്യം വായിക്കുമ്പോൾ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ ഹിന്ദിയിലായതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇതിപ്പോഴല്ല, നമ്മൾ പ്രിലിംസിനൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും എവിടെയെങ്കിലും നമ്മുടെ ലോജിക്ക് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മളൊന്ന് വായിച്ച് നോക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പരസ്യം അങ്ങനെ കണ്ടുവന്നേ ഉള്ളൂ. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ അഗെയിൻ പ്ലേസസ് ഓഫ്, ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യം തന്നെയാണ്. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ഓൾറെഡി നമുക്കറിയാം. പള്ളി അമ്പലമാക്കണോ അല്ലെങ്കിൽ അമ്പലം പള്ളിയാക്കണോ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു ആക്ട് ഒരു പെർട്ടിക്കുലർ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാറ്റാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട 1991 നിയമമാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്. ഇതനുസരിച്ചിട്ട് ഓൾറെഡി ഓഗസ്റ്റ് 15 1947 ഒരു ബിൽഡിംഗ് എങ്ങനെയാണോ വരുന്നത് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്ന് വാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇതും കൂടാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ Supreme Court squashes defamation case against the minister. So this means you have to have an idea about defamation. Already മാനനഷ്ടത്തിനൊക്കെ കേസ് കൊടുക്കും, അല്ലെങ്കിൽ ഡിഫമേഷൻ എന്ന് പറയുന്നത് വളരെയധികം പത്രത്തിൽ വരുന്നൊരു വാർത്തയാണ്, മിക്കവാറും പലപ്പോഴും വരുന്നൊരു വാർത്തയാണ്. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഇനി വരും ദിവസങ്ങളിൽ ഡിഫമേഷൻ വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ കൂടെ കൊണ്ടുവരാം.
വാട്ട് ഇസ് ഡിഫമേഷൻ, വാട്ട് ക്വാളിഫൈസ് ടു ബി എ ഡെഫമേഷൻ, എന്താണ് ഡിഫമേഷന് ക്വാളിഫൈ ആവുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പോൾ ബാക്കിയുള്ള പരസ്യങ്ങളും കാര്യങ്ങളും ബാക്കി പേജുകളിലെ വാർത്ത ഇമ്പോർട്ടൻ്റ് ആണോ? ഓക്കെ, ബാക്കിയുള്ളത് ഒറീസ ഫ്രിക്ഷൻ, ഇതിനകത്ത് 2 വാർത്തകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ഞാൻ നേരത്തെ നമ്മുടെ ഫ്രണ്ട് പേജിൽ ഞാൻ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. സുപ്രീം കോർട്ട് ഈസസ് ആന്റി പൊല്യൂഷൻ curbs in Delhi, CAQM to keep guard on. So already commission on air quality മാനേജ്മെന്റിന്റെ ഇതനുസരിച്ചിട്ട് ഓൾറെഡി സിറ്റിയിൽ ഗ്രാപ്പ് നിൽക്കുന്നുണ്ട്. സോ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമുക്കറിയാം എയർ ക്വാളിറ്റി ഭയങ്കര 400 മുകളിൽ പോയി കഴിയുമ്പോൾ വളരെ സിവിയർ പ്ലസിലാണ് നിൽക്കുന്നത്. സോ ഒബ്വിയസ്ലി ഗ്രാപ്പ് 4 ആണ് അവിടെ കൊണ്ടുവരുന്നത്. സോ ഗ്രാപ്പ് 4 കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിനൊരു ഭയങ്കരമായ വില കൊടുക്കേണ്ടി വരുമല്ലോ. ഗ്രാപ്പ് 4 എന്ന് പറയുമ്പോൾ എല്ലാം അടയ്ക്കും, സ്കൂളില്ല, കോളേജില്ല, ഫാക്ടറീസ് ഇല്ല, എമിഷൻസ് ഒന്നുമില്ല, എന്തെങ്കിലും ഒരു പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം ഉണ്ടെങ്കിൽ എല്ലാം ഷട്ട് ഡൗൺ ആണ്. പക്ഷെ ഇപ്പോൾ പൊല്യൂഷൻ ഈസ് സപ്പോസ് ടു ഹാവ് കം ബിലോ 300. സോ അതുകൊണ്ട് വേണമെങ്കിൽ ഗ്രാപ്പ് 2ലേക്ക് പോവാം എന്ന രീതിയിൽ പറയുന്നുണ്ട്. യു ക്യാൻ ഗോ വിത്ത് ഗ്രാപ്പ് 2 എന്ന് പറയുന്നുണ്ട്. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് വന്ന ബാക്കി പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ഹാഡ് ഇംപ്രൂവ്ഡ് ബിലോ ദ 300 മാർക്സ് സിൻസ് നമ്പർ 30. സോ മോസ്റ്റ് പ്രോബബ്ലി ഗ്രാപ്പ് 4 എന്നുള്ളത് വി ക്യാൻ ബ്രിങ് ഡൗൺ ടു ഗ്രാപ്പ് 2 അണ്ടർ സ്റ്റേജസ് 1 and 2. ഗ്രാപ്പിന് വേണമെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട്. സോ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് ഇറ്റ് റിയലി വർക്ക്സ് ഇൻ. അതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത കശ്മീരിലാണ്. ഇത് കശ്മീരിൽ മാത്രമല്ല, എപ്പോഴും സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഓൾറെഡി കശ്മീരിന്റെ പ്രോബ്ലം ഇവിടെയാണ്. ഇപ്പോൾ ഓൾറെഡി കശ്മീരാണ്. കശ്മീർ പണ്ടൊരു 370 ഒരു സ്റ്റേറ്റ് ആയിരുന്നപ്പോൾ സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ടായിരുന്നു. പിന്നീട് 2019 ആ സ്പെഷ്യൽ പ്രൊവിഷൻ മാറ്റിയിട്ട് അവരതിനെ 370 ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞ് ഇപ്പോൾ ഒരു യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് കശ്മീരിനെ സ്റ്റേറ്റ് ആക്കും എന്നൊരു പ്രതീക്ഷ കശ്മീരിനുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചീഫ് മിനിസ്റ്റർ ഉണ്ട്. ഡൽഹിയിലത്തെ പോലെ തന്നെയാണ്, അതേപോലെ തന്നെ ഇവിടെ ലെഫ്റ്റനന്റ് ഗവർണർ ഉണ്ട്. സോ ചോദ്യം, ആർക്കാണ് പവർ, ആരാണ് പവർഫുൾ? ഇതേ ചോദ്യം തന്നെ ഡൽഹിയിലും. ചീഫ് മിനിസ്റ്ററിന് ഒരുപാട് പ്രശ്നമുണ്ട്, ലെഫ്റ്റനന്റ് ഗവർണർ ഒരുപാട് പവർ എടുക്കും. അരവിന്ദ് കെജ്രിവാൾ ഒമർ അബ്ദുള്ള ചീഫ് മിനിസ്റ്റർ ആയപ്പോൾ ഒരു കത്ത് എഴുതി അയച്ചിരുന്നു ഒമർ അബ്ദുള്ളയ്ക്ക്, ബെസ്റ്റ് വിഷേഴ്സ് മിസ്റ്റർ ഒമർ, എങ്ങനെയാണ് ലെഫ്റ്റനന്റ് ഗവർണറിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞൊരു ലെറ്റർ എഴുതിയിരുന്നു. അതേപോലത്തെ സിമിലർ. അപ്പോൾ ഇതിൽ ചീഫ് മിനിസ്റ്റർ ആണോ ലെഫ്റ്റനന്റ് ഗവർണർ ആണോ ഏറ്റവും കൂടുതൽ പവർഫുൾ എന്നുള്ളത് ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഇതിനകത്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത് അവിടുത്തെ അഡ്വക്കേറ്റ് ജനറൽ, അതാണ് അവിടുത്തെ അപ്പോയിന്റ്മെന്റ് ഓഫ് അഡ്വക്കേറ്റ് ജനറലിന്റെ പ്രശ്നത്തിലാണ്. പിന്നെ ട്രാൻസ്ഫർ, അഡ്വക്കേറ്റ് ജനറലിന്റെ അപ്പോയിന്റ്മെന്റും പ്രധാനപ്പെട്ട കുറെ ഓഫീസേഴ്സിന്റെ ട്രാൻസ്ഫറിലാണ് CMഉം ലെഫ്റ്റനന്റ് ഗവർണറും തമ്മിൽ വഴക്കായത്. ലെഫ്റ്റനന്റ് ഗവർണർ ഓൾറെഡി മുമ്പ് അപ്പോയിന്റ് ചെയ്ത ഒരു ലെഫ്റ്റനന്റ് ഗവർണർ ഉണ്ടായിരുന്നു, അതായത് DC റൈന എന്ന് പറഞ്ഞ ഒരാളെ അപ്പോയിന്റ് ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് 2019 ശേഷം അന്നത്തെ ഗവർണറാണ് അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്തതൊക്കെ. അപ്പോൾ പിന്നീട് അത് കണ്ടിന്യൂ ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ ഒമർ അബ്ദുള്ള വന്ന സമയത്ത് ചീഫ് മിനിസ്റ്റർ തന്നെ പറഞ്ഞു DC റൈന തന്നെ അഡ്വക്കേറ്റ് ജനറൽ ആയാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം അത് കാര്യമായിട്ട് എടുത്തില്ലെന്ന് മാത്രമല്ല, കോടതിയിൽ അദ്ദേഹത്തിനോട് ഹാജരാകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം കോടതിയിൽ വന്നിട്ടില്ല. സോ ദിസ് ഷോസ് ലെഫ്റ്റനന്റ് ഗവർണർ പറയുന്നത് മാത്രമേ അഡ്വക്കേറ്റ് ജനറൽ കേൾക്കുള്ളൂ അല്ലെങ്കിൽ AG കേൾക്കുന്നുള്ളൂ എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട 2-3 ട്രാൻസ്ഫേഴ്സ്, പ്രധാനപ്പെട്ട 2-3 IAS ഓഫീസേഴ്സിന്റെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരെ ലെഫ്റ്റനന്റ് ഗവർണർ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ചീഫ് മിനിസ്റ്റർ ചോദിക്കുകയാണ്, IAS ഓഫീസേഴ്സിനെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവും, പക്ഷെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരെ നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്തൊന്നില്ലേ? സോ ഇത് എപ്പോഴും കശ്മീരിൽ ഇങ്ങനത്തെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ശരിക്കും ഇവരുടെ പവേഴ്സ് എന്താണെന്നുള്ളൊരു വലിയൊരു ചോദ്യം കൂടെ ഇവിടെയുണ്ട്. ആൻഡ് ബാബാ സാഹിബ് ഭീംറാവ് അംബേദ്കറിന്റെ മഹാപരിനിർവാസമാണ്. അത് ബുദ്ധിസ്റ്റ് രീതി അനുസരിച്ചിട്ട് മഹാപരിനിർവാണം അറ്റൈൻ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ അവസാനത്തെ സമയം. സോ അംബേദ്കർ ഡെഫിനറ്റ്ലി ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, എസ്പെഷ്യലി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ടു ബി ലേൺഡ്. നമ്മൾ പ്രിലിംസിന് വേണ്ടി മാത്രമല്ല, മെയിൻസിന് വേണ്ടിയാണെങ്കിലും അംബേദ്കറിന്റെ ടീച്ചിങ്സ്, അംബേദ്കറിന്റെ ഫിലോസഫി, അംബേദ്കറിന്റെ അത് പ്രത്യേകം കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല ഹിസ്റ്ററി ആസ്പെക്റ്റിലും കൂടെ അംബേദ്കർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അംബേദ്കറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പ്രിലിംസിന് വേണ്ടിയുള്ള ചില ഫാക്റ്റുകൾ നമ്മൾ കണ്ടെത്തി വെക്കണം. മിനിമം കുറച്ച് കാര്യങ്ങൾ. അംബേദ്കർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടോ, ഏത് വർഷം ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴാണ്, അംബേദ്കറിന്റെ പ്രധാനപ്പെട്ട പാർട്ടി, ഫോർവേഡ് ബ്ലോക്ക്, ഇതെല്ലാം സിവിൽ സർവീസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. സോ യു ഷുഡ് ഹാവ് എ വെരി ഗുഡ് ഡീസെന്റ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് അംബേദ്കർ ഫോർ എ പ്രിലിംസ് ആസ് വെൽ ആസ് എ മെയിൻസ് പെർസ്പെക്റ്റീവ്. അത് വളരെ ഇതായിട്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതും ഇവിടെ ഉണ്ട്. പിന്നെ സ്പോട്ട്ലൈറ്റ് ആണ്. ഇത് ഇവിടെ കേരളത്തിൽ ഉണ്ടാവില്ല, ഡൽഹിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ്, ഡൽഹി എഡിഷനിലാണ് ഡസ്റ്റ് ഓഫ് ബ്ലാങ്കറ്റ്. ഇത് വേറൊന്നുമല്ല പറയുന്നത്, ഇത് പ്രധാനമായിട്ടും പറയുന്ന കാര്യം സ്റ്റോൺ ക്രഷിംഗ് ഇൻഡസ്ട്രീസ് ആണ്. ഹരിയാനയിലെ സ്റ്റോൺ ക്രഷിംഗ് ഇൻഡസ്ട്രി, ഈ സ്റ്റോൺ ക്രഷ് ചെയ്യില്ലേ, ഈ സ്റ്റോൺ ക്രഷിംഗ് ഇൻഡസ്ട്രിയാണ്. ഈ സ്റ്റോൺ ക്രഷിംഗ് ഇൻഡസ്ട്രി
വളരെയധികം പൊല്യൂട്ടിംഗ് ആണെന്നാണ് പറയുന്നത്. അവിടെ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഭയങ്കര പൊല്യൂഷൻ. ഇത് ഡസ്റ്റ് ഇങ്ങനെ ഇതിങ്ങനെ സ്റ്റോൺ ക്രഷ് ചെയ്ത് വരുമ്പോൾ ഇതിന്റെ പൊടി, ഈ പൊടി മൊത്തം ആകാശത്ത് പോയി ആൾക്കാർക്ക് നമുക്കിത് ശ്വസിക്കേണ്ടി വരും. സോ ഡെഫിനറ്റ്ലി ഹ്യൂമൻസിന് ബുദ്ധിമുട്ടാണ്, അതേപോലെ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്, അതേപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് പ്രശ്നങ്ങൾ ഇവിടെയുള്ള ആൾക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതും ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് യു ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് ഇവിടെയുള്ള അഗ്രികൾച്ചർ ക്രോപ്സിനും ഇത് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. അവിടുത്തെ അഗ്രികൾച്ചറിന് ബുദ്ധിമുട്ടാവാൻ കാരണം എന്താണ്, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? അഗ്രികൾച്ചറിന് ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ ഈ പുകയൊക്കെ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം മുകളിലേക്ക് പോയി ഈ ക്രോപ്പിലൊക്കെ വന്നിരിക്കും. ഈ ക്രോപ്പിലൊക്കെ വന്ന് സെഡിമെന്റഡ് ആവും. ഇങ്ങനെ വന്ന് സെഡിമെന്റഡ് ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ അഗ്രികൾച്ചറും എഫക്റ്റഡ് ആയി. അപ്പോൾ അതും ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ അറിയേണ്ട ഒരു ടോപ്പിക്കാണ്. കുറേ എഴുതിയിട്ടുണ്ട്, അവിടുത്തെ കുറേ ആൾക്കാരുടെ കാര്യം ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇതാണ് സ്റ്റോൺ ക്രഷിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു ഇമ്പാക്റ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. പിന്നെ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി എഡിറ്റോറിയൽ പേജ്. പിന്നെ എനിക്കൊന്ന് ഡയറക്റ്റ്ലി എഡിറ്റോറിയൽ പേജിലേക്ക് പോവാം. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയേണ്ടത്. സോ പൊളിറ്റിക്കൽ വാർത്ത മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി ഇന്ത്യ ചൈന ഇഷ്യൂ. ഇന്ത്യ ചൈന മസ്റ്റ് എൻഗേജ് ഇന്റൻസീവ്ലി അറ്റ് ഓൾ ലെവൽസ് ടു റിസർവ് ബോർഡർ. ഇത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമുക്ക് അറിയാത്ത കാര്യമൊന്നുമില്ല, ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. ഓൾറെഡി ഒരു ബോർഡർ നമുക്ക് ഇന്ത്യ ചൈന ഉണ്ട്. ഒബ്വിയസ്ലി നമ്മുടെ LAC ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന പോലെ ഇതിന്റെ കഥ മൊത്തമാണ് 2020 ദ ഗാൽവൻ ക്ലാഷ്. ഇന്ത്യയും ചൈനയും സോൾജേഴ്സ് ഇങ്ങോട്ടും അങ്ങോട്ടും കൂടെ ഫൈറ്റ് ചെയ്ത് കുറേ ഡെത്ത് കാഷ്വാലിറ്റി ഉണ്ടായി. പിന്നെ അതിനുശേഷം ഇന്ത്യയും ചൈനയും മോശം റിലേഷൻസ് ആയിരുന്നു. സോ ഇപ്പോൾ 2024 പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. യു ഷുഡ് റിമെമ്പർ ഡിസ്എൻഗേജ്മെന്റ്. ഇന്ത്യൻ ആർമിയും ചൈനീസ് ആർമിയും ഇവിടെ നിന്ന് വിട്ടുമാറാൻ പറഞ്ഞു. തൊട്ടടുത്ത് കോളറി പിടിക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് വിട്ടുമാറി ലെറ്റ്സ് ഡിസ്എൻഗേജ്. അങ്ങോട്ടും ബാക്കിലേക്ക് പോയി ഡിസ്എൻഗേജ് ചെയ്യാം. ഈ ബോർഡർ കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് വെക്കാം. പെട്രോളിംഗ് എല്ലാം കുറച്ചുകൂടെ നന്നായിട്ട് വെക്കാം. പിന്നെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഡെപ്സാങ് ആൻഡ് ഡെംചോക്ക് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നോ അബൌട്ട് ഓൾ ദീസ് പ്ലേസസ് ഓൾസോ. സോ ഇത്രയും കാര്യം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇത് കുറച്ചുകൂടെ നല്ല ബോർഡർ റിലേഷൻ കുറച്ചുകൂടെ നന്നാക്കണം എന്ന് പറയുന്നുണ്ട്. ആൻഡ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ കുറച്ചും കൂടെ നന്നായിട്ട് ബോർഡർ എസ്പെഷ്യലി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് അത് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഇറ്റ് ഷുഡ് ബി മോർ ഡിഫൈൻഡ് എന്നും കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ദാറ്റ് ബെറ്റർ ബോർഡർ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഇന്ത്യക്കും ചൈനയ്ക്കും നല്ല റിലേഷൻസ് വരും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. സോ അതാണ് ഇതിനകത്ത് വേറെ പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾ, ഹിയർ വി ഗോ ടു ദി MK സ്റ്റാലിൻ എഴുതിയ ഒരു പ്രസിഡന്റ് ഓഫ് ആൻഡ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട്, ചീഫ് മിനിസ്റ്റർ എഴുതിയ ഒരു പ്രധാനപ്പെട്ട എഡിറ്റോറിയലാണ് ഹിന്ദുവിൽ. ഇത് വേറൊന്നുമല്ല, ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഫിനാൻസ് കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. സോ ഫിനാൻസ് കമ്മീഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്കണോമിയിലാണെങ്കിലും പൊളിറ്റിയിലാണെങ്കിലും പ്ലീസ് റിമെമ്പർ വാട്ട് ഈസ് ആർട്ടിക്കിൾ 280 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തിനാണ് ഫിനാൻസ് കമ്മീഷൻ കൊണ്ടുവരുന്നത്? സോ ഇപ്പുറത്തെ സൈഡിൽ സെൻട്രൽ ഗവൺമെന്റും താഴെ സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള ഇഷ്ടംപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഉണ്ട്. സോ ഇവിടെ സെൻറ്ററിനുള്ള ഫണ്ടല്ല, നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന കുറേ ഫണ്ട് നമ്മുടെ സ്റ്റേറ്റ്സിനും കൂടെ വീതിച്ചു കൊടുക്കണ്ടേ? സോ ഇത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരു വലിയൊരു ഫാമിലിയാണ്, സ്റ്റേറ്റ്സ് എല്ലാം അതിൻ്റെ ആ ഫാമിലിയുടെ അംഗങ്ങളാണ്. സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫാമിലിയുടെ ഹെഡ് ആണെന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന വരുമാനം, അവർക്ക് കിട്ടുന്ന ഫണ്ട് ഫാമിലി മെമ്പേഴ്സിന് ഈക്വലായിട്ട് വീതിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന ഫണ്ട് കൃത്യമായിട്ട് നമ്മൾ താഴേക്കിടയിലുള്ള ആൾക്കാർക്കും ഇത് വീതിച്ചു കൊടുക്കണം. ആ വീതിച്ചു കൊടുക്കുന്നതിൽ ഇറ്റ്സ് കോൾഡ് ഡെവല്യൂഷൻ. ഈ ഫണ്ട് ഡിവോൾവ് ചെയ്യുന്ന സമയത്ത് ഡെവല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. പക്ഷേ ഈ ഫണ്ട് ഡെവല്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഇതിന് കുറേ ഫോർമുലയിലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് തമിഴ്നാട്ടിന് കുറച്ച് കൂടുതൽ ഫണ്ട് തരണം, കാരണം തമിഴ്നാടിനെ കുറച്ചും കൂടെ കൺസിഡർ ചെയ്യണമെന്നാണ് സ്റ്റാലിൻ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് 2-3 പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. 16th ഫിനാൻസ് കമ്മീഷൻ, 16th ഫിനാൻസ് കമ്മീഷൻ കുറച്ചും കൂടെ നല്ല ഫിനാൻസ് കമ്മീഷൻ ആകണം, തമിഴ്നാട്ടിനെ കുറച്ചും കൂടെ കൺസിഡർ ചെയ്യണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. കാരണം 15th ഫിനാൻസ് കമ്മീഷൻ അനുസരിച്ചിട്ട് ഇവർ പറഞ്ഞ കുറേ കാര്യങ്ങളൊന്നും ഇവർ ചെയ്തില്ലെന്നാണ് സ്റ്റാലിൻ പറയുന്നത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. 2 പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളുണ്ട്. ഇറ്റ്സ് കോൾഡ് ഫ്രണ്ട് ഷോറിംഗ്. എന്താണ്? ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ ബൈ ഫ്രണ്ട് ഷോറിംഗ്. ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട് എന്താണ് ഫ്രണ്ട് ഷോറിംഗ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിന് മുന്നേ കേട്ടിട്ടുള്ള വാക്കാണെങ്കിൽ ഹാവ് എൻ ഐഡിയ റിഗാർഡിംഗ് ഫ്രണ്ട് ഷോറിംഗ്, റീഷോറിംഗ്. ഇതൊക്കെ സിവിൽ സർവീസിന് ചോദിക്കാം, പ്രിലിംസിന് ചോദിക്കാവുന്നതാണ്. എന്താണ് ഫ്രണ്ട് ഷോറിംഗ്, റീഷോറിംഗ്? ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ USA കുറച്ച് ടോയ് ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. USA കുറച്ച് ടോയ് ഉണ്ടാക്കുന്നുണ്ട്, ടോയ് ഫാക്ടറി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ USA ടോയ് ഫാക്ടറി ഉണ്ട്. പക്ഷേ USA ടോയ് ഫാക്ടറി ഉണ്ടാക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ USA ചൈനയിലാണ് ടോയ് ഫാക്ടറി ഉണ്ടാക്കുന്നത്. നമ്മുടെ ടോയ് ഫാക്ടറി ചൈനയിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്ന് പറയുന്നത് കാനഡയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. കാനഡ വലിയ ഫ്രണ്ടാണ്, US വലിയ ഫ്രണ്ടാണ് കാനഡ. എന്തായാലും ചൈനയെക്കാട്ടും ബെറ്റർ ഫ്രണ്ടാണല്ലോ.
അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ടോയ് ഫാക്ടറി ചൈനയിൽ നടത്തുന്നത്? നമുക്ക് ഈ ടോയ് ഫാക്ടറി ശരിക്കും ചൈനയിൽ നല്ലല്ലോ, നമുക്ക് വേണമെങ്കിൽ ടോയ് ഫാക്ടറി ചൈനയിൽ നിന്ന് മാറ്റി കാനഡയിലേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നമുക്ക് ഫാക്ടറി തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും നടത്താം. നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ അവിടെ കൊണ്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഫ്രണ്ട് ഷോറിങ്. ഇനി റീഷോറിംഗ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് ചൈനയിൽ ഫാക്ടറി ഉണ്ടെന്ന് വിചാരിച്ചു. USA തീരുമാനിക്കുകയാണ് നമുക്ക് ചൈനയിൽ നിന്നും ഫാക്ടറി വേണ്ട, ലെറ്റ് ഷട്ട് ഇറ്റ് ഡൗൺ ആൻഡ് ബ്രിങ് ബാക്ക് ദ ഫാക്ടറി ബാക്ക് ടു അമേരിക്ക. നമുക്ക് അമേരിക്കയിലേക്ക് തന്നെ തിരിച്ച് ടോയ് ഫാക്ടറി കൊണ്ടുവരാം, റീഷോർ, തിരിച്ചു കൊണ്ടുവരാം. ഒന്ന് അവിടെ ഫ്രണ്ടിന്റെ രാജ്യത്ത് പോകും. ഈ രണ്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതിനകത്ത് അറിയണം. ഞാൻ ഇതിനകത്ത് ജസ്റ്റ് നമ്മൾ വായിച്ചു വരുമ്പോൾ കണ്ടോ, ഫ്രണ്ട് ഷോറിംഗ് എന്ന് പറയുന്നുണ്ട്, അതേപോലെ റീഷോറിംഗ് എന്ന് പറയുന്നുണ്ട്. ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചൊക്കെ പറയുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളൊന്നുമല്ല, തമിഴ്നാട്ടിൽ നിന്ന് കുറേ ഇഷ്യൂസ് പറയുന്നുണ്ട് ഇതിനകത്ത്. ബേസിക്കലി തമിഴ്നാട്ടിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഉദാഹരണത്തിന് തമിഴ്നാട്ടിന് പോപ്പുലേഷൻ ഇഷ്യൂസ് ഉണ്ട്. അത് കൂടുതലും വളരെയധികം ഏജിങ് പോപ്പുലേഷൻ തമിഴ്നാട്ടിനുണ്ട്. അതേപോലെ തന്നെ മിഡിൽ ഏജ് പോപ്പുലേഷൻ, അതൊരു മിഡിൽ ഏജ് പോപ്പുലേഷൻ തമിഴ്നാട്ടിന് കൂടുതലുണ്ട്. അതേപോലെ തമിഴ്നാട്ടിൽ ഒരുപാട് അർബനൈസേഷൻ നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ 57% മുകളിൽ ആൾക്കാർ സിറ്റീസിൽ വന്ന് താമസിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. സോ മൊത്തത്തിൽ പോപ്പുലേഷൻ, ഏജ്, അർബനൈസേഷൻ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ശരിക്കും ഫണ്ട് കൂടുതൽ ആവശ്യമുണ്ട് എന്നാണ് തമിഴ്നാട്ടിൽ പറയുന്നത്. സോ പിന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ എഴുതാം, വാട്ട് ഈസ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ. ഇത് ഫിനാൻസ് കമ്മീഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് പോവാണ്. വാട്ട് ഈസ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ, എന്താണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ, അതേപോലെ തന്നെ വാട്ട് ഈസ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എപ്പോഴും ഫിനാൻസ് കമ്മീഷനൊക്കെ പഠിക്കുമ്പോൾ വി കം അക്രോസ് ദിസ് വേർഡ് കാൾ വാട്ട് ഈസ് വെർട്ടിക്കൽ ആൻഡ് വാട്ട് ഈസ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്നൊക്കെ വരുമ്പോൾ യു ഷുഡ് ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ. അതായത് ഇത് മുകളിൽ സെൻറ്റർ ആണെന്ന് വിചാരിക്കുക, താഴെയുള്ള സ്റ്റേറ്റ്സ് കുറേ ഉണ്ട്. ഇതൊരു വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, മുകളിലേക്കും താഴേക്കും നോക്കുമ്പോൾ. അതായത് ഫണ്ട് ഇപ്പോഴത്തെ സൈഡ് നമുക്ക് ഫണ്ടാണ് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സെൻറ്ററിൽ നിന്നുള്ള ഫണ്ട്, നമുക്ക് കിട്ടുന്ന സെൻറ്ററിന് കിട്ടുന്ന ടാക്സ് കാര്യങ്ങളെല്ലാം സെൻറ്റർ ഷെയർ ചെയ്യുന്നത്. ഇവിടുന്ന് സെൻറ്റർ ഇങ്ങനെ ഫണ്ട് വേർട്ടിക്കലി സ്റ്റേറ്റ്സിലേക്ക് കൊടുക്കുന്നതാണ് വേർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറയുമ്പോൾ. സെൻറ്റർ സ്റ്റേറ്റ് ആയിട്ട് ഇങ്ങനെ വേർട്ടിക്കലി ഫണ്ട്സ് ഇങ്ങനെ സെൻറ്ററിൽ നിന്നും സ്റ്റേറ്റ്സിലേക്ക് ഡയറക്റ്റ്ലി കൊടുക്കുന്ന ഫണ്ടാണ് വേർട്ടിക്കൽ ഡെവല്യൂഷൻ. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യമുണ്ട്, എന്താണ് ഹൊറിസോണ്ടൽ? ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ. അപ്പോൾ ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ അതാത് സ്റ്റേറ്റ്സ് തമ്മിൽ ഫണ്ട് ഷെയർ ചെയ്യുന്നതാണ്. മനസ്സിലായി? ഈ ആക്സസ് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ ഈ ആക്സസ് ഇങ്ങനെ, അപ്പോൾ സ്റ്റേറ്റുകൾ തമ്മിൽ ഷെയർ ചെയ്യുന്നത് ഓരോ കണ്ടീഷനുണ്ട്. ഓരോ സ്റ്റേറ്റിൻ്റെ ഓരോരുത്തർക്കും ഓരോ ഡിമാൻഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ കണ്ടീഷൻ ആയിരിക്കും. ചില ആൾക്കാർക്ക് നല്ല ഫോറസ്റ്റ് കവർ ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഒട്ടും ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് ഹൈ ഇൻകം ആയിരിക്കും, ചില ആൾക്കാർക്ക് ലോ ഇൻകം ആയിരിക്കും. ഇപ്പോൾ ബീഹാർ ഹൈ പോപ്പുലേഷൻ ലോ ഇൻകം ആണ്. മഹാരാഷ്ട്ര ഹൈ പോപ്പുലേഷൻ ഹൈ ഇൻകം ആണ്. കേരള മോഡറേറ്റ് പോപ്പുലേഷൻ വിത്ത് ഹൈ സോഷ്യൽ ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് ഫണ്ടിന് വ്യത്യാസം വരും. സോ ബേസിക്കലി ഫണ്ട് കൊടുക്കുന്ന രണ്ട് രീതി, ഒന്ന് ഇങ്ങനെയും ഒന്ന് ഇങ്ങനെയും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, തമിഴ്നാട്ടിൽ തന്നെ വെർട്ടിക്കൽ ഡെവല്യൂഷൻ ചോദിച്ചിട്ട് ഇതിൽ ചോദിക്കുന്നുണ്ട്, വെർട്ടിക്കൽ ഡെവല്യൂഷൻ 15th ഫിനാൻസ് കമ്മീഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 41% ഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു സെൻട്രൽ ഗവൺമെന്റ്, പക്ഷേ ആകെ 33% കൊടുത്തുള്ളൂ എന്നൊരു പരാതി പറയുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട പറയുന്നത് ഗ്രോസ് സെൻട്രൽ ടാക്സ്. ഇതൊക്കെ പുതിയ ടേംസ് ആണോ, ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് ഈ ഗ്രോസ് സെൻട്രൽ ടാക്സ് എന്ന് പറയുന്നത്? ഈ ഗ്രോസ് സെൻട്രൽ ടാക്സ് എന്ന് പറയുന്നത് സെൻട്രൽ മുഴുവൻ കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ്, എല്ലാത്തിൽ നിന്നും കളക്ട് ചെയ്യുന്നത്. ശരിക്കും ഈ മൊത്തം കളക്ട് ചെയ്യുന്ന ടാക്സ് സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ്. ഈ 100% ടാക്സിൽ നിന്നും ശരിക്കും സ്റ്റേറ്റ്സിൽ എല്ലാ സ്റ്റേറ്റ്സിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് ഇതിന്റെ 50% എങ്കിലും ഇപ്പം അത്രയൊന്നും കൊടുക്കുന്നില്ല. മൊത്തം കിട്ടുന്ന ഗ്രോസ് സെൻട്രൽ ടാക്സിന് കിട്ടുന്നതിന് 50% എങ്കിലും സ്റ്റേറ്റ്സിലേക്ക് കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇത് എഡിറ്റോറിയൽ ആയതുകൊണ്ടാണ് ഇത്രയും പോയിന്റുകൾ ഞാൻ ഷെയർ ചെയ്തത്. ഇത് നിങ്ങൾക്ക് ക്ലാരിറ്റി ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ ഇത് വേറെ പ്രത്യേകിച്ചൊന്നും അല്ല, ഇദ്ദേഹം ഹീസ് മിസ്റ്റർ രാജീവ് ഭാട്ടിയ, ഫോമർ ഹൈ കമ്മീഷണർ, IFS ഓഫീസറാണ്, സൗത്ത് ആഫ്രിക്കയിൽ വളരെ ഫോമർ ഹൈ കമ്മീഷണറാണ്. സോ ഓർത്തിരിക്കുക. സോ റിമെമ്പർ അബൌട്ട് പിന്നെ 3 നേഷൻ. ഇത് വേറെ ഒന്നുമല്ല, നരേന്ദ്രമോദി ഇപ്പോൾ പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളിലേക്ക് പോയിരുന്നു. ഒന്ന് അവിടുത്തെ എല്ലാം നമ്മുടെ ഫോറിൻ പോളിസിയെ കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. ഒന്ന് നൈജീരിയയിലേക്ക് പോയിരുന്നു, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ബ്രസീലിലാണ് പോയത്. 3 രാജ്യങ്ങളിൽ പോയി, നൈജീരിയയിൽ പോയി, അതേപോലെ ബ്രസീലിൽ പോയി, പിന്നെ ഗയാനയിൽ പോയി. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസം ഡിസ്കസ് ചെയ്തതാണ് വാട്ട് ഈസ് കാരിക്കോം. കരീബിയൻ കമ്മ്യൂണിറ്റിയിലൊക്കെ പോയിരുന്നു. നൈജീരിയ പോയിട്ടും കുറേ ഡീലുകൾ വെച്ചു. ഇപ്പോൾ അഗ്രികൾച്ചർ, അർബൺ റിലേറ്റഡ്, അർബൻ ട്രാൻസ്പോർട്ട്, എനർജി, ഡിജിറ്റൽ, അങ്ങനെ കുറേ കാര്യങ്ങളോടുണ്ട്. ആൻഡ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്, വാട്ട് ഈസ് എക്കോവാസ്.
ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ, ഞാൻ എക്സ്ട്രാ ഒന്ന് ഡെവലപ്പ് ചെയ്തേ ഉള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാട്ട് ഈസ് എക്കോവാസ്? അപ്പം നമുക്ക് നാളെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് എക്കോവാസ് എന്നുള്ളതില്ലേ? എക്കോവാസ് ഇതാണ് എൻ്റെ സ്പെല്ലിംഗ്, ECOWAS, എക്കോവാസ് എന്നാണ് പറയുന്നത്. സോ നോ വാട്ട് യു മീൻ ബൈ എക്കോവാസ് എന്ന് പറയുമ്പോൾ എക്കണോമിക് കമ്മ്യൂണിറ്റി ഓഫ് വെസ്റ്റേൺ ആഫ്രിക്കൻ സ്റ്റേറ്റ്സ്, അതാണ് എക്കോവാസ്, എക്കണോമിക് കമ്മ്യൂണിറ്റി ഓഫ് വെസ്റ്റേൺ ആഫ്രിക്കൻ സ്റ്റേറ്റ്സ്. അപ്പോൾ നൈജീരിയയിൽ ഒരുപാട് എഗ്രിമെൻറ്റുകൾ ഇന്ത്യ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നൈജീരിയ പോലെ തന്നെ ബ്രസീലിലും നമ്മൾ പോയിരുന്നു. സോ ബ്രസീലിൽ നമ്മൾ പോയിരുന്ന സമയത്തും യു ഷുഡ് റിമെമ്പർ, ബ്രസീലിൽ പോയപ്പോഴും ഏകദേശം 19ാമത്തെ G20 സമ്മിറ്റിന് വേണ്ടിയാണ് ഇന്ത്യ അവിടെ നരേന്ദ്രമോദി അവിടെ പോയത്. അപ്പോൾ അവിടെയും ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്ലോബൽ അലയൻസ് അഗെയിൻസ്റ്റ് ഹങ്കർ ആൻഡ് പോവർട്ടി, ഹങ്കർ ആൻഡ് പോവർട്ടിക്ക് വേണ്ടിയുള്ള ഗ്ലോബൽ അലയൻസ്, ഗ്ലോബൽ അലയൻസ് ഓൺ ഹങ്കർ ആൻഡ് പോവർട്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലോബൽ അലയൻസ് ഓഫ് ഹങ്കർ ആൻഡ് പോവർട്ടി ബ്രസീലിൽ നിന്നാണ് G20യുടെ ഭാഗം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗയാനയിലും ഒരുപാട്, ഇവിടെയും ഒരുപാട് ആസ്പെക്റ്റുകൾ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഗയാനയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വെച്ചത് 7 pillars ആണ്. ഏതാണ്? 7 pillars ഓഫ് കോപ്പറേഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ആർട്ടിക്കിളിൽ കിടപ്പുണ്ടത്, താഴേക്ക് ഒരുപാട് വായിച്ചാൽ അതേ ഉള്ളൂ, അത് ഇവിടെ കിടപ്പുണ്ട്. 7 പില്ലേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരിബിയൻ കമ്മ്യൂണിറ്റിയിൽ 7 pillars എടുത്തു പറയുന്നുണ്ട്. എന്തൊക്കെയാണ് 7 pillars എന്ന് ചോദിച്ചാൽ, കപ്പാസിറ്റി ബിൽഡിംഗ്, അഗ്രികൾച്ചർ, ഫുഡ് സെക്യൂരിറ്റി, റിന്യൂവബിൾ എനർജി, ക്ലൈമറ്റ് ചേഞ്ച്, ഇന്നോവേഷൻ, ടെക്നോളജി, ക്രിക്കറ്റ് ആൻഡ് കൾച്ചർ, ഓഷ്യൻ എക്കോണമി, മെഡിസിൻ ആൻഡ് ഹെൽത്ത്. ഇത്രയും കാര്യങ്ങളാണ് ഗയാനയിൽ നമ്മൾ പ്രധാനപ്പെട്ട എഗ്രിമെന്റുകൾ നമ്മുടെ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർനാഷണൽ റിലേഷൻസിന് നാളെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇന്ത്യയും ഈ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടുത്തെ ഇന്റർനാഷണൽ റിലേഷൻസിൽ ഏകദേശം ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുക. ആൻഡ് നെക്സ്റ്റ് ഇസ് ഹ്യൂജ് ആർട്ടിക്കിൾ. ഹിന്ദുവിൽ ഇടയ്ക്ക് വരുന്നൊരു സെക്ഷനാണ് പാർലെ എന്ന് പറഞ്ഞിട്ട്. സോ ഇറ്റ്സ് എ ഡിസ്കഷൻ പോയിന്റ് വെർ ഇസ്രായേൽ ഇൻ ഗാസയിലെ വാറാണ് പറയുന്നത്. ഇസ്രായേൽ വാർ ഇൻ ഗാസ, പലസ്തീൻ്റെ അവസ്ഥയാണ് പറയുന്നത്. യു നോട്ട് ഈവൻ ബിലീവ് 2023 തൊട്ട് സിൻസ് 2023 വരെ പറയുന്നുണ്ട് ഏകദേശം 43,000 പീപ്പിൾ ആണ് മരിച്ചത്. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ജസ്റ്റ് 43,000 പീപ്പിൾ ഡൈഡ്. ഡിസ്പ്ലേസ് ചെയ്ത് അതിന് കൂടുതൽ ആൾക്കാർ. പക്ഷെ ലാൻഡ്സെറ്റ് ഒക്കെ പറയുന്ന കണക്ക്, ഇത് ചുമ്മാ പറയുന്ന കണക്കാണ്. ശരിക്കും ഏകദേശം 1.86 lakh ആണ്, 2 ലക്ഷത്തോളം ആൾക്കാരെയാണ് ഈ ഇസ്രായേലിലെ പലസ്തീനിയൻ യുദ്ധത്തിൽ ആൾക്കാർ മരിച്ചു വീണിരിക്കുന്നതെന്നില്ലേ. ആരാണ് എപ്പോഴാണ് മരിക്കുന്നതെന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനകത്ത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിനകത്ത് കൂടുതലും അത് തന്നെയാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടോ, ഇതിനകത്ത് മറ്റ് രാജ്യങ്ങളുടെ ഇടപെടലുണ്ട്. ഇവർക്കൊന്നും ഒരു സപ്പോർട്ടും ഇല്ല. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണെങ്കിലും യൂറോപ്പിലെ രാജ്യങ്ങളാണെങ്കിലും അതേപോലെ റഷ്യ ആണെങ്കിലും ഒക്കെ ഇസ്രായേലിനെ പല രീതിയിലും സഹായിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇത്രയും സഹായിച്ചിട്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഗാസേനെ ഇത്രയും അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും ഇൻഡയറക്ട്ലി ഈ രാജ്യങ്ങളും ഇതിനകത്ത് ഇൻവോൾവ് അല്ലേ എന്നാണ് ഇവർ ഈ ആർട്ടിക്കിൾ ചോദിക്കുന്നത്, ഈ എഡിറ്റോറിയൽ ചോദിക്കുന്നത്. ആ ഒരു രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇതൊരു ഫുൾ സ്കെയിൽ ആർട്ടിക്കിൾ ആയിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് പൊളിറ്റിക്സിന്റെ വാർത്ത. ഞാൻ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട നാഷണൽ വാർത്തയിലേക്ക് പോവാം. 6 new faces in 12 strong ഹേമന്ത് സോറൻ മിനിസ്ട്രി. പൊളിറ്റിക്കൽ വാർത്തകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കടക്കാം. ഇന്ത്യ ചൈന ഹോൾഡ് നെഗോസിയേഷൻസ് ഓവർ ബോർഡർ കോർഡിനേഷൻ. സോ ദിസ് ഇസ് അഗെയിൻ അനദർ ആർട്ടിക്കിൾ. നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഇത് മൊത്തം ചർച്ച ചെയ്താൽ എന്താ, ഇന്ത്യയും ഇതിന്റെ സമ്മറി, ഇതിന്റെ കഥ ഇത്രയേ ഉള്ളൂ. ഇന്ത്യയും ചൈനയും ദേ ആർ ഹാവിങ് എ ബെറ്റർ, മച്ച് മോർ ബെറ്റർ റിലേഷൻസ്. നല്ലൊരു ബോർഡർ കോർഡിനേഷൻ വേണം. അതായത് LAC ഒക്കെ കുറച്ചും കൂടെ നന്നായിട്ട് ഡിഫൈൻഡ് ആയിരിക്കണം. നല്ല ബോർഡർ സ്റ്റേറ്റ്മെന്റ് വേണം. പെട്രോളിംഗ്, ഡെപ്സാങ് പോലെ തന്നെ നല്ല പെട്രോളിംഗ് വേണം. സോ ദാറ്റ് ഇനി ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ ഇന്ത്യയും ചൈനയും ലാസ്റ്റ് ഫ്രിക്ഷൻ പോയിന്റ്സ് ആണ്. ഇതിന് പ്രശ്നങ്ങളൊക്കെ മാറ്റി പെട്രോളിംഗ് ഒക്കെ നന്നായി കൊണ്ടുവരണം എന്നുള്ളൊരു എഗ്രിമെന്റിലാണ് ഇത് നടക്കുന്നത്. സോ റിമെമ്പർ അബൌട്ട് ദിസ് പോയിന്റ്. ഇതാണ് ഇതിനകത്ത് എടുത്തു പറയുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സോ പിന്നെ അടുത്ത ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പ്രോബയാണ്. പ്രോബ. സോ ഹാവ് എ വെരി ഗുഡ് ഐഡിയ അബൌട്ട് പ്രോബ. എന്താണ് പ്രോബ? സോ പ്രോബ 3 എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് ആണ്. സോ ഇതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ സൈഡിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇസ്രോ. ഇവിടെ നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് ഇസ്രോ ഉണ്ട്, ഇപ്പോഴത്തെ ESA യൂറോപ്യൻ സ്പേസ് ഏജൻസി ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഇസ്രോന്റെ ഏറ്റവും ഫേവറേറ്റ് ഇതാണ് PSLV. ഈ PSLV GSLV എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ലോഞ്ച് വെഹിക്കിൾ ആണ്. PSLV C-59 എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങളുടെ ബേസിക് ആണ്. നിങ്ങൾ എന്തായാലും PSLV GSLVയുടെ വ്യത്യാസം എന്തായാലും അറിഞ്ഞിരിക്കണം. എന്താണ് പോളാർ സാറ്റലൈറ്റും മറ്റേത് ജിയോ സ്റ്റേഷനറി, രണ്ടും രണ്ട് സ്ഥലത്താണ് കൊണ്ടുവിടുന്നത്. സോ ഓർത്ത് വെക്കുക, PSLV കുറച്ചുകൂടെ ചെറുതാണ്, GSLV കുറച്ചുകൂടെ മാസീവാണ്. കുറച്ചും കൂടെ കൂടിയ വെയിറ്റ് ഉള്ളതെല്ലാം GSLVയിലാണ് വിടുക. PSLV കുറച്ചുകൂടെ പോൾസിന്റെ കാര്യം ഓർത്താൽ മതി. PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസ്.
അപ്പോൾ ഏതാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷന് ബെറ്റർ ആവുന്നത്? GSLV കുറച്ചുകൂടെ വെയിറ്റ് ഉള്ളതാണ്, ഹെവി ആണത്. അപ്പോൾ അങ്ങനത്തെ ഇതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണ്? PSLV GSLVയുടെ വ്യത്യാസം സിവിൽ സർവീസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ഷുഡ് ബി നോയിങ് ദോസ് ഫാക്ടേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അറിഞ്ഞിരിക്കണം. സോ ഇവിടെ PSLV C59 ESAയുടെ സാറ്റലൈറ്റുകൾ, ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് മേജർ സാറ്റലൈറ്റുകളാണ് പോകുന്നത്. ഇതുവഴി ഇസ്രോനെയാണ് വിശ്വസിച്ച് അവർ ഏൽപ്പിച്ചിരിക്കുന്നത്. സോ ഇതിൽ പ്രധാനമായിട്ടും എന്തിനാണ് ഇത് പോയതെന്നുള്ളൊരു ചോദ്യമുണ്ട്. സോ പ്രോബ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ്? ഇറ്റ്സ് പ്രൊജക്ട് ഫോർ ഓൾറെഡി മനസ്സിലാക്കിയാൽ മതി. ഇറ്റ്സ് പ്രൊജക്ട് ഫോർ ഓൺബോർഡ് ആസ്ട്രോണമി എന്നാണ് ഇതിന്റെ പേര്. താഴെ ആർട്ടിക്കിളിൽ നോക്കിയാൽ നമുക്ക് ഇതിന്റെ പേര് കിട്ടും. പ്രൊജക്ട് ഫോർ ഓൺബോർഡ് ഓട്ടോണമി എന്നാണ് ഇതിന്റെ പേര്. സോ ഇതിൽ എടുത്തു പറയേണ്ടത് ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഒരു രണ്ട് ക്രാഫ്റ്റുകളും രണ്ടായിട്ടാണ് പോകുന്നതെങ്കിലും ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിന് വിളിക്കുന്ന പേരാണ് ഇറ്റ്സ് കോൾഡ് പ്രിസൈസ് ഫോർമേഷൻ ഫ്ലൈയിങ്. ഈ പ്രോബയ്ക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് പ്രിസൈസ് ഫോർമേഷൻ ഫ്ലൈയിങ് എന്നാണ് വിളിക്കുന്നത്. ഇത് അങ്ങനെ ഒരു സംഭവം ഇതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടാണെങ്കിൽ പോലും ഏകദേശം ഒരു മില്ലിമീറ്റർ അടുപ്പത്തിൽ ഇതിന് നിൽക്കാൻ പറ്റും. അത്ര പ്രിസൈസ് ആണ്. ഫ്യൂ മില്ലിമീറ്റേഴ്സിന്റെ അടുപ്പത്തിൽ ഇതിന് നിൽക്കാൻ പറ്റും. സോ പ്രിസൈസ് ഫോർമേഷൻ ഫ്ലൈയിങ് എന്നാണ് ഇതിന്റെ പേര്. ഇത് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സാറ്റലൈറ്റ്സിന് മില്ലിമീറ്റർ അപ്പാർട്ടിന് നിൽക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രിസൈസ് ഫോർമേഷൻ ഫ്ലൈയിങ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ സോളാർ എക്ലിപ്സ്. ഇതിന് ആർട്ടിഫിഷ്യൽ സോളാർ എക്ലിപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആർട്ടിഫിഷ്യൽ സോളാർ എക്ലിപ്സ് ഇതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ സോളാർ എക്ലിപ്സ് ക്രിയേറ്റ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനിങ്ങനെ ആർട്ടിഫിഷ്യൽ സോളാർ എക്ലിപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ പ്രിസൈസ് ഫോർമേഷൻ ഫ്ലൈയിങ് ആർട്ടിഫിഷ്യൽ സോളാർ എക്ലിപ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന് സണ്ണിൻ്റെ കൊറോണ, അതായത് ഔട്ടർ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. സൺസ് കൊറോണ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സാധാരണ കേൾക്കുന്ന കൊറോണയല്ല, പണ്ടോട്ടേ ഉള്ള കൊറോണയാണത്. നമ്മൾ ഡിസീസ് വരുന്നതിന് മുമ്പേ കൊറോണ എന്ന് പറഞ്ഞാൽ സണ്ണാണ് ആദ്യം ഓർക്കുന്നത്. ഇപ്പോൾ കൊറോണ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഡിസീസാണ്, നമ്മുടെ വൈറസാണ് ഓർക്കുന്നത്. ഇതിൻ്റെ സൺസ് കൊറോണ അല്ലെങ്കിൽ ഔട്ടർ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇത് പഠിക്കാൻ നമ്മൾ ഒരുപാട് സഹായിക്കും. സോ ഡെഫിനറ്റ്ലി അപ്പോൾ ഇസ്രോ ഇത് എന്തിനാണ് ചെയ്തതെന്ന് മനസ്സിലായോ? അപ്പോൾ ഈ പ്രിസൈസ് ഫോർമേഷൻ ഫ്ലൈയിങ് ഓർത്ത് വെക്കുക. മില്ലിമീറ്റേഴ്സ് അപ്പാർട്ട് ഇതിന് നിൽക്കാൻ പറ്റും. ആൻഡ് അതേപോലെ തന്നെ ഇതിന് ആർട്ടിഫിഷ്യൽ സോളാർ എക്ലിപ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് സണ്ണിൻ്റെ കൊറോണ നമുക്ക് പഠിക്കാൻ പറ്റും. സോ കുറച്ച് കൂടുതൽ പഠിക്കാൻ നമുക്ക് അവസരം കിട്ടുന്ന ഒരു ഏരിയയും കൂടാണ്. കണ്ടോ? പ്രിസൈസ് ഫോർമേഷൻ ഫ്ലൈയിങ് ടു എ സിംഗിൾ മില്ലിമീറ്റർ ആസ് ഇഫ് ദേ വർ വൺ സിംഗിൾ സ്പേസ് ക്രാഫ്റ്റ്. അത്രയ്ക്ക് അടുത്ത് വരും. കണ്ടാൽ തോന്നും ഇത് ഏകദേശം രണ്ടല്ല, ഇത് ഒറ്റ സ്പേസ് ക്രാഫ്റ്റ് ആണെന്ന് തോന്നും. അത്ര അടുത്ത് വരും. അതേപോലെ തന്നെ ഇതിന് വേർപിരിയാനും പറ്റും. സോ അത്ര മില്ലിമീറ്റർ അടുക്കണം എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അത്ര ക്ലോസ് ആണ്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. വേർ ഇസ് യത്രഗ സ്റ്റേഷൻ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. എവിടെയാണ് യത്രഗ? പ്രൊണൗൺസ് ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇനി ഓസ്ട്രേലിയയിൽ ഇതിന് വേറെ പേരുണ്ടോ എന്ന് അറിയില്ല. ഇറ്റ് ഇസ് കോൾഡ് യത്രഗ. കണ്ടോ? യത്രഗ സ്റ്റേഷൻ ഓസ്ട്രേലിയയിലാണ്. ഈ യത്രഗ സ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സ്ഥലത്ത് നല്ല വിസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സാറ്റലൈറ്റ് നന്നായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈ ലോ എർത്ത് ഓർബിറ്റ് ആണെങ്കിലും പോളാർ ഇതൊക്കെ ആണെങ്കിലും സാറ്റലൈറ്റ് ആണെങ്കിലും ഇവിടെ ഈ സ്ഥലത്ത് നിന്ന് യത്രഗ എന്ന് പറയുന്ന വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്കിത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് സ്ഥലം പറഞ്ഞതുകൊണ്ടാണ് ഞാനത് എഴുതിയെടുത്തത്. സോ മൊത്തം വായിച്ച് മനസ്സിലായില്ലെങ്കിലും ഏകദേശം ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റു പേജ് പൊളിറ്റിക്കൽ വാർത്തയാണ്. നാഷണൽ ന്യൂസ് ആണെങ്കിൽ മൊത്തം രാഹുൽ ഗാന്ധിനെ തെറി വിളിക്കുന്ന ആർട്ടിക്കിൾസ് ആണ്. രാഹുൽ ഗാന്ധി ട്രൈറ്ററാണ്, ചതിയനാണെന്നൊക്കെയാണ് BJP പറയുന്നത്. കുറേ കേസുകൾ പറയുന്നുണ്ട് BJPയുടെ കാര്യങ്ങളും. ഭാരതീയ വായുയാൻ വിധേയക് ബിൽ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രശ്നം ഉണ്ടായ സംഭവം. രാജ്യസഭയിൽ എയർക്രാഫ്റ്റ് ബില്ലാണ്. അതാണിപ്പോൾ മൊത്തം ലാംഗ്വേജിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അത് ഓർത്തിരിക്കുക. എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 348 എന്തായാലും നിങ്ങൾ ഓർത്തിരുന്നേ പറ്റത്തുള്ളൂ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തൊരു വാർത്ത തന്നെയാണ്. ജസ്റ്റിസ് മൻമോഹൻ സ്വാൻ ഇൻ ആസ് ദ സുപ്രീം കോർട്ട് ജഡ്ജ്. ഡൽഹി ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹത്തിനെ സുപ്രീം കോർട്ട് ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് കൊളീജിയം സിസ്റ്റം എന്ന്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. സുപ്രീം കോർട്ടിൽ 4 പ്രധാനപ്പെട്ട ജഡ്ജിമാരും ഹൈക്കോടതി വരുമ്പോൾ പ്രധാനപ്പെട്ട അവിടുത്തെ ചീഫ് ജസ്റ്റിസും 2 സീനിയർ ജഡ്ജിമാരുമാണ് കൊളീജിയം സിസ്റ്റം ഫോം ചെയ്യുന്നത്. അവരുടെ റിപ്പോർട്ട് ഗവൺമെന്റിന് അയക്കും. ഗവൺമെന്റ് വേണമെങ്കിൽ ഓക്കെ ആണെങ്കിൽ തിരിച്ചയക്കും, കൺസിഡർ ചെയ്യാൻ പറയും. എന്നിട്ടും കൊളീജിയം അതേപോലെ തന്നെ തിരിച്ചയക്കുകയാണെങ്കിൽ വേറെ നിവൃത്തിയൊന്നുമില്ല, ഗവൺമെന്റ് അത് മുന്നോട്ട് വയ്ക്കും. പിന്നീട് പ്രസിഡന്റ് അത് സൈൻ ചെയ്യും. അങ്ങനത്തെ ഒരു രീതി നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റിസ് മൻമോഹൻ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് കൊളീജിയം സിസ്റ്റം എന്നുള്ളത് കുറച്ചും കൂടി, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി അതിനകത്ത് ഉണ്ടാവണം. മൊബൈൽ ഇന്റർനെറ്റ് ബാങ്ക് എക്സ്റ്റെൻഡഡ് ഇൻ 9 more districts ഓഫ് മണിപ്പൂർ. മണിപ്പൂരിലെ സ്ഥിരം സംഭവമാണ്. പണ്ട് ഇത് കശ്മീരിലായിരുന്നു നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും
ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് മൊബൈലും ഇന്റർനെറ്റും ബാൻ ചെയ്ത് കളയും. സോ ദാറ്റ് കണക്ടിവിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഫോൾസ് ഇൻഫർമേഷൻ പടർത്താനൊന്നും പറ്റില്ല. വലിയ ബുദ്ധിമുട്ടാണ്. Can you imagine few hours of a day when your mobile phone and your internet connectivity is completely gone? You have no communication. Can you imagine a situation? വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ എവറിബഡി ഇന്നത്തെ കാലത്ത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യ സ്ലാംസ്. ഇതിൽ കാണാൻ പറ്റും ഇന്ത്യ സ്ലാംസ് ഡെവലപ്ഡ് നേഷൻസ് ഫോർ ക്ലൈമറ്റ് ക്രൈസിസ്. ഇത് പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യ പറയുന്നുണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് കാർബൺ ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്നുണ്ടോ, ക്ലൈമറ്റ് ഫിനാൻസ് കമ്മിറ്റ്മെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഡെവലപ്ഡ് കൺട്രീസിനെ ഇന്ത്യ കുറ്റപ്പെടുത്താനുള്ള പ്രധാന കാര്യം ഡെവലപ്ഡ് കൺട്രീസാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇവരാണ് ഏറ്റവും കൂടുതൽ എമിഷൻ നടത്തുന്നുള്ളത്. ഇപ്പോൾ കാർബൺ ബഡ്ജറ്റ്, ഗ്ലോബൽ കാർബൺ ബഡ്ജറ്റ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് കാർബൺ ദാറ്റ് ക്യാൻ ബി റിലീസ്ഡ് ബിഫോർ ഗ്ലോബൽ വാർമിംഗ് ടേക്സ് ഇറ്റ്സ് വേഴ്സ്റ്റ് കേസ്. ഗ്ലോബൽ വാർമിംഗ് വേഴ്സ്റ്റ് ആകാൻ പോകുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഈ പോയിന്റ് കഴിഞ്ഞ് വളരെ വേഴ്സ്റ്റ് ആകും, ഇതുവരെ ഈ ലെവൽ വരെ എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എമിറ്റ് ചെയ്യാൻ പറ്റുമോ അതാണ് നമ്മുടെ കാർബൺ ബഡ്ജറ്റ്. അത് കഴിഞ്ഞാൽ, അതായത് എമിഷൻ ബിഫോർ ദ വേഴ്സ്റ്റ് കേസ് ഓഫ് കാർബൺ, ഗ്ലോബൽ വാർമിങ്ങിന് മുന്നേ എമിറ്റ് ചെയ്യുന്ന മാക്സിമം ഇതാണ്. അപ്പോൾ ഇന്ത്യ പറയുന്നുണ്ട് ഡെവലപ്ഡ് രാജ്യങ്ങളാണ് മുഴുവൻ ഇത് എമിറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്തിനാണ് അനാവശ്യമായിട്ട് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ അടുത്ത് ഇവർ ഇത് ചെയ്യണം അല്ലെങ്കിൽ എമിഷൻ കുറയ്ക്കണം എന്നൊക്കെ പറയുന്നത്? ഇവരാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. സോ ഇന്ത്യ സ്ലാംസ്, ഇതാണ് ഇതിൻ്റെ കഥ. ഇവരാണ് ഏറ്റവും കൂടുതൽ എമിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇവർ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ തലയ്ക്ക് മെക്കിട്ട് കയറുക എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവിടെ ഇതിൽ പറയുന്നത്. ക്ലീൻ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത കനോട്ട് അക്സെപ്റ്റ്, ഞാൻ ഭൂട്ടാൻ്റെ വാർത്തയിലേക്ക് വരാം. കനോട്ട് അക്സെപ്റ്റ് പ്രപ്പോസൽ ഓൺ പെൻഷൻ ഹൈക്ക്, സെൻറ്റർ ടെൽ സുപ്രീം കോർട്ട്. ഇവിടെ വേറെ ഒന്നുമല്ല, ഒരു സൈഡിൽ യു ക്യാൻ സി, ഒരു സൈഡിൽ യു ഹാവ് ദി ഇവിടെ ഓൺ വൺ സൈഡ് യു ഹാവ് സുപ്രീം കോർട്ട്, ഒരു സൈഡിൽ സുപ്രീം കോടതി ഉണ്ട്, മറ്റേ സൈഡിൽ ഇവിടെ ഓൾറെഡി സെൻറ്റർ ഉണ്ട്, അതേപോലെ ഓൾറെഡി ഒരു സൈഡിൽ ഇവിടെ ആർമിക്കാരുണ്ട്. സോ ആർമിക്കാരുടെ പെൻഷൻ 10% കൂട്ടണം എന്ന് പറഞ്ഞിരുന്നു. അത് ആർമി ട്രിബ്യൂണൽ ഉണ്ട്, ആംഡ് ഫോഴ്സസ് ട്രിബ്യൂണൽ, ATF എന്ന് പറയും. ATF എന്നൊരു ട്രിബ്യൂണൽ ഉണ്ട്. സോ സെൻട്രൽ ഗവൺമെൻറ് അടുത്ത് ഓൾറെഡി 10% പെൻഷൻ കൂട്ടണം എന്ന് പറഞ്ഞത് അണ്ടർ ഒറോപ്പ്. വാട്ട് ഈസ് ഒറോപ്പ്? 1 റാങ്ക് 1 പെൻഷൻ സ്കീം. നിങ്ങളുടെ റാങ്ക്, ഒരു ക്യാപ്റ്റൻസിന്റെ റാങ്കിനെ ചൊല്ലിയാണ് ഇതിന്റെ പ്രശ്നം വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ റാങ്ക് ഒന്നാണെങ്കിൽ നിങ്ങൾ ഏത് സമയം റിട്ടയർ ആയെന്നുള്ളതൊന്നും വിഷയമല്ല. പെൻഷനിൽ 1 റാങ്ക് 1 പെൻഷൻ. ക്യാപ്റ്റൻ ആണെങ്കിൽ ക്യാപ്റ്റന്റെ പെൻഷൻ, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ റിട്ടയർ ആയി, കുറച്ച് ശേഷം റിട്ടയർ ആയി, നിങ്ങൾ ഷോർട്ട് സർവീസ് ഓഫീസറാണ്, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതിൽ 10% റെഗുലർ ക്യാപ്റ്റൻസിന് എന്തോ റിട്ടയർമെന്റിന്റെ എന്തോ റാങ്ക് ഇത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗവൺമെന്റ് പറയുന്നത് നോൺ ആക്സെപ്റ്റൻസ് ഓഫ് റെക്കമെൻഡേഷൻ ഓഫ് പെൻഷൻ ഹൈക്കാണ്. സോ ATF, ആംഡ് ഫോഴ്സ് ട്രിബ്യൂണൽ, ഡെഫിനറ്റ്ലി സുപ്രീം കോടതിയിലേക്ക് അയച്ചു. അവർ പറയുന്നുണ്ട് കുറച്ച് പെൻഷൻ കൂടുതൽ കൊടുക്കണം, അത് കൊടുക്കാൻ പറ്റില്ല എന്നാണ് സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത്. പെൻഷൻ കൂടി കൊടുക്കാൻ പറ്റില്ല എന്നില്ല. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് റീസൺ. ആൻഡ് നെക്സ്റ്റ് ഇസ് എ വെരി ഗുഡ് ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾ റിഗാർഡിംഗ് ഇന്ത്യ ഭൂട്ടാൻ റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് ഇന്റർനാഷണൽ റിലേഷൻസിലൊക്കെ വളരെ ഹെൽപ്ഫുൾ ആകാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ഭൂട്ടാൻ. ഭൂട്ടാൻ ശരിക്കും ഇന്ത്യയുടെ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആയിട്ടാണ് ഭൂട്ടാൻ ബോർഡർ ഷെയർ ചെയ്യുന്നത്, ഇന്ത്യയും ഭൂട്ടാനും എങ്ങനെയാണ് ഒരു കോമൺ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറയുന്നത് ഇന്ത്യയും ഭൂട്ടാനും നല്ല രീതിയിൽ വരുന്നുണ്ട്. കുറേ പ്രധാന റിലേഷനിൽ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഹൈഡ്രോ പവർ പ്രൊജക്റ്റാണ്. ഇന്ത്യയും ഭൂട്ടാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ക്രോസ് ബോർഡർ കണക്ടിവിറ്റി, അത് ഡിജിറ്റൽ നെറ്റ്വർക്കും ഉണ്ട്, റെയിൽ ലൈനും ഉണ്ട്, ഇതും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്. അപ്പോൾ കണക്ടിവിറ്റി, പിന്നെ അതേപോലെ അർബൻ പ്ലാനിങ്, ഇതിനകത്തൊക്കെയാണ് ഇന്ത്യ ഭൂട്ടാൻ നല്ല റിലേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ എടുത്തു പറയുന്നത് 2-3 ഹൈഡ്രോ പവർ പ്രോജക്ട്സിനെ കുറിച്ചിട്ടാണ്. സോ ഈ വാക്ക് ഓർത്ത് വയ്ക്കുക, പുനറ്റ് സാങ്ചു. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് കേൾക്കാൻ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് നാളെ ചോദിക്കാം, വേർ ഇസ് പുനറ്റ് സാങ്ചു? ഇതൊരു നദിയുടെ പേരാണ് കേട്ടോ, അവിടുത്തെ നദിയുടെ പേരാണ്. അവിടെയുള്ള ഒരു ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് ആണ് പുനറ്റ് സാങ്ചു റിവർ പാർട്ട്, അല്ലെങ്കിൽ 1ഉം പുനറ്റ് സാങ്ചു പാർട്ട് 2 ഉണ്ട്. ഡാമൊക്കെ കെട്ടി അവരുടെ ക്ലീൻ എനർജി കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് പുനറ്റ് സാങ്ചു. ഇന്ത്യ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ റിമെമ്പർ ദ നെയിം പുനറ്റ് സാങ്ചു. ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് ആണ്. അതേപോലെ റോഡുകൾ വേണമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ ഓൾറെഡി ഡിസ്കഷൻ്റെ ഭാഗമാണ്. ഇതൊക്കെ വേണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ ഇതിൽ പിന്നെ നോക്കേണ്ടത് റോഡ് വേണം, ഇത് കൺവേർഷൻ വേണം. പിന്നെ പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസം കുറച്ച് നാൾ മുന്നേ വന്ന ഒരു ആർട്ടിക്കിൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഒരു പ്രധാനപ്പെട്ട ഒരു സിറ്റിയെക്കുറിച്ച് നമുക്ക് ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റി ഓഫ് ഗെലഫു. ഗെലഫു മൈൻഡ്ഫുൾ സിറ്റി എന്നാണ് ഇതിൻ്റെ പേര്. കണ്ടോ, ഗെലഫു പ്രൊജക്ട് എന്ന് കണ്ടോ, ഇതിനകത്ത് പറയുന്നുണ്ട്. ഗെലഫു മൈൻഡ്ഫുൾ സിറ്റി എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ഗെലഫു
മൈൻഡ്ഫുൾ പ്രൊജക്റ്റ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾ സിറ്റി. ഇങ്ങനെ ഒരു സിറ്റി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, ഒരു വളരെ നല്ല സിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് വേണമെന്ന് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കൺട്രീസിലെ ഫേമസ് കമ്പനികളെല്ലാം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് ഇതിനകത്ത് എടുത്തു പറയുന്ന ഗലേഫു പ്രൊജക്ട്. ഭൂട്ടനീസ് കിങ് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയും ബാംഗ്ലാദേശിലും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അദാനി ഒരു ചർച്ച തന്നെയാണ്, എനർജി അദാനിയുടെ കയ്യിൽ നിന്ന് വാങ്ങണോ വേണ്ടേ എന്നുള്ളതും പ്രധാന ഡിസ്കഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ത്യ ഭൂട്ടാൻ റിലേഷനിൽ യു ഷുഡ് ഹാവ് എ വെരി ഗുഡ് ക്ലാരിറ്റി ഓൺ ദാറ്റ്. Okay, so that is one. And moving on to the next one is regarding the cyclone Fengal exposes poor standards in Chennai airport. കണ്ട ഒരു പ്ലെയിൻ പോകുന്നുണ്ടോ, ലാൻഡ് ചെയ്യാൻ വന്നിട്ട് തെറിച്ചു പോകുന്നത്. സോ ഓൾറെഡി ഫെങ്കൽ വന്നതിന് ശേഷം ഇത് പുറത്തുവിടുന്ന കുറേ വാർത്തകൾ എന്താണെന്ന് വെച്ചാൽ റൺവേസിൻ്റെ അവസ്ഥ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച്, ഈ നമ്മൾ വിചാരിക്കാത്ത ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ക്ലൈമറ്റ് ആണ് വരുന്നത്. ഇത് എയർപോർട്ട്സിൻ്റെ റൺവേനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം, ഡു യു തിങ്ക് the pilots flying in the Indian airspace are qualified enough to face this challenge? ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ പൈലറ്റ്സ് സജ്ജമാണോ എന്നാണ് ചോദിക്കുന്നത്. സോ ഇതൊരു വലിയ ചോദ്യമാണ്. അത് റെഡി ഫോർ ദിസ്? ഇറ്റ്സ് അനദർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് കൂടുതലും മാനുവൽ ഫ്ലൈങ് സ്കിൽസ് വേണം. ഇതെന്ന് പറഞ്ഞാൽ എയറിൻ്റെ ഡയറക്ഷനൊക്കെ അനുസരിച്ച് ലാൻഡ് ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. വിങ് ഡ്രോപ്പിംഗ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഇത് പൈലറ്റ്സിനെ ഇതിൽ കുറ്റപ്പെടുത്തുന്ന ഒരു ഫാക്ടർ, പലപ്പോഴും ഓട്ടോമേറ്റഡ് ആയിട്ട് മെഷീൻ ഡ്രിവൺ ആണല്ലോ പ്ലെയിൻ പോകുന്നത്. അപ്പോൾ ഇതിലൊന്നും മെഷീൻ ഡ്രിവൺ പറ്റില്ല. അത്രയ്ക്കധികം സ്കില്ല് വേണം, മാനുവൽ ഫ്ലൈയിങ് സ്കിൽസ് വേണം, എക്സ്റ്റെൻസീവ് ട്രെയിനിങ് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അവർ പറയുന്നത്, ഇന്റർനാഷണൽ സേഫ്റ്റി പറയുന്നത് മാനുവൽ ഫ്ലൈയിങ് സ്കിൽസ് വളരെ മോശമാണെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. പലപ്പോഴും റഫ് ക്ലൈമറ്റ്സിലും റെഗുലർലി ഒന്നും നമുക്ക് പറക്കാൻ പറ്റാറില്ല. സോ മാക്സിമൈസ്, ഇൻഡിഗോ ഹാസ് എ പോളിസി ഓഫ് മാക്സിമം യൂസ് ഓഫ് ഓട്ടോമേഷൻ. കൂടുതലും ഓട്ടോ മോഡിലാണ് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. സോ അത് നന്നായിട്ട് പറക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട 2-3 പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അലാർ. വാട്ട് ഈസ് അലാർ? അപ്രോച്ച് ആൻഡ് ലാൻഡിംഗ് ആക്സിഡന്റ് റിഡക്ഷൻസ്. ആൻഡ് വാട്ട് ഈസ് AWO? ഇതൊക്കെ വളരെ അവരുടെ കുറെ ടേംസ് ആണ്. അലാർ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്രോച്ച് ആൻഡ് ലാൻഡിംഗ് ആക്സിഡന്റ് റിഡക്ഷൻ, അതേപോലെ AWO അഡ്വേഴ്സ് വെതർ ഓപ്പറേഷൻസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്രെയിനിങ് ഒക്കെ കൂട്ടണം എന്നാണ് പറയുന്നത്. So the captain has 100 hours as pilot in command and co-pilots must have 400 hours. So എല്ലാ സേഫ്റ്റിയും കാര്യങ്ങളെല്ലാം എയർക്രാഫ്റ്റിന് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെതാണ് പറയുന്നത്. ടേക്ക് എ ലുക്ക് അറ്റ് ദാറ്റ്. ഇത് ലാൻഡ് ചെയ്തിട്ട് വിങ് ഡ്രോപ്പിംഗ് ഷാർപ്ലി ടു ദ ലെഫ്റ്റ്, ഈ ലാൻഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് മൂവിങ് ഓൺ ടു ദി അതർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. ഇതിനകത്ത് ഇൻഫ്ലേഷനെ കുറിച്ചാണ് കൂടുതലും വന്നിരിക്കുന്നത്. RBI's rate dilemma, November inflation likely ease to 5%. ഇതിൽ RBIയുടെ റേറ്റ് ഡിലമയാണ് പറയുന്നത്. ഇതിനകത്ത് വേറെ ഒന്നുമല്ല, ഇൻഫ്ലേഷനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സുകൾ നമുക്ക് ഇതിനകത്ത് കിട്ടിയാൽ നല്ലതാണ്. ഇപ്പോൾ കഴിഞ്ഞ കാര്യം പറയുന്നുണ്ട്, ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒക്ടോബറിൽ 6.2 ആയിരുന്നു, 6.2% ആയിരുന്നു ഒക്ടോബറിൽ ഉണ്ടായിരുന്ന ഇൻഫ്ലേഷൻ. അപ്പോൾ ഇൻഫ്ലേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയി എന്നാണ് പറയുന്നത്. ഇൻഫ്ലേഷൻ ഹസ് കം ഡൗൺ ടു 5%. റീറ്റെയിൽ ഇൻഫ്ലേഷൻ നമ്മുടെ മോർ ആയിട്ടുള്ള നമ്മുടെ ഇൻഫ്ലേഷൻ 5% ആയിട്ട് കുറഞ്ഞു, 6.2 5% ആയി എന്ന് പറയുന്നുണ്ട്. ആൻഡ് അതേപോലെ ഫുഡ് ഇൻഫ്ലേഷൻ, ഭക്ഷണത്തിന്റെ ഫുഡ് ഇൻഫ്ലേഷനും പറയുന്നുണ്ട്. ഫുഡ് ഇൻഫ്ലേഷനും ഭയങ്കരമായിട്ട് കുറഞ്ഞു, 7% ആയി നവംബറിൽ കുറഞ്ഞു. അത് കഴിഞ്ഞ മാസം 20% ആയിരുന്നു ഫുഡ് ഇൻഫ്ലേഷൻ. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫുഡിന്റെ പ്രൈസ് ഭയങ്കര ഹൈ ആയിരുന്നു. അതേപോലെ പിന്നെ GDP ഗ്രോത്ത് റേറ്റും കുറഞ്ഞല്ലോ. GDP ഗ്രോത്ത് റേറ്റും 5.4% ആയിട്ട് കുറഞ്ഞു. അത് RBI വരെ പറഞ്ഞാണ് 7.2% വരെ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ്, ഇന്ത്യയുടെ GDP കൂടുമെന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഈസ് ഓൺലി 5.4%. അപ്പോൾ ഈ റേറ്റ്സ് ഒക്കെ കാൽക്കുലേഷൻ ഒരു ഡിഫിക്കൽട്ടാണ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മോണിറ്ററി പോളിസി കമ്മിറ്റി, RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി വന്ന റേറ്റ്സിനെ കുറിച്ച് ചർച്ച ചെയ്യും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം റിപ്പോ റേറ്റ് കുറയ്ക്കുകയോ ഇല്ലേ എന്നുള്ളതാണ് അറിയേണ്ടത്. റിപ്പോ റേറ്റ് കൂട്ടുമോ അതോ റിപ്പോ റേറ്റ് കുറയ്ക്കുകയോ, അതനുസരിച്ചാണ് ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ നമുക്കറിയാം എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം വരാൻ പോകുന്നതെന്നും വിൽ ഹാവ് എൻ ഐഡിയ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി, വാട്ട് ഈസ് അപ്പോക്? എയർപോർട്ട് ഓപ്പറേഷൻസ് കമാൻഡ് സെന്റർ എന്നാണ്. ഇത് പല സൗത്ത് ഇന്ത്യൻ എയർപോർട്ടിലും ഉണ്ടെന്നാണ് പറയുന്നത്. വാട്ട് ഈസ് അപ്പോക്? എയർപോർട്ട് ഓപ്പറേഷൻസ് കമാൻഡ് സെന്റർ. ഇത് കൺട്രോൾ ചെയ്യുന്നത്, ഇത് മൊത്തം ആമസോണിന്റെ AWS സെർവർ ഇല്ലേ, ആമസോൺ സെർവറാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ആമസോൺ AWS ആണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അപ്പോക് എന്ന് പറഞ്ഞാൽ ഒരു നെർവസ് സിസ്റ്റം പോലെയാണ്. എയർപോർട്ടിന്റെ ഒരു നെർവസ് സിസ്റ്റം പോലെ, നമ്മുടെ ബോഡിയിൽ ഒരു നെർവസ് സിസ്റ്റം ഉണ്ടാവില്ല, കംപ്ലീറ്റ് കണക്ഷൻസ് എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു നെർവസ് സിസ്റ്റം പോലെയാണെന്നാണ് അപ്പോക് പറയുന്നത്. എയർപോർട്ടിലെ കംപ്ലീറ്റ് കാര്യങ്ങളും, സെക്യൂരിറ്റി, ബാഗേജ്, അതിൻ്റെ ബാക്കിയുള്ള ഫ്ലൈറ്റ് ചാർട്ട്, എല്ലാ കാര്യം സെൻട്രലൈസ്ഡ് ആയിട്ടൊരു സാധനം വരികയാണ്. സോ ദാറ്റ് നമുക്ക് അത്ര പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ പറ്റുന്നതാണ്.
designed by bringing it airport stakeholder under role of integrated solution to improve passenger experience and airport efficiency. ഇതാണ് പറയുന്നത്. ഇതൊരു ഇന്റർവ്യൂ പോലെ പറയുന്നതാണ്. We bring all the technology that's good in airport, CCTV, flight information, display system, Wi-Fi routers, baggage handling, 24/7. ഇതെല്ലാം കൂടെ ഈ അപ്പോക്കലിസ് ആൻഡ് ഇന്റഗ്രേറ്റഡ് സെന്റർ ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. സെക്യൂരിറ്റിക്ക് ഒക്കെ നല്ലതാണ്, പാസഞ്ചേഴ്സിനും നല്ലതാണ്, നമുക്ക് പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാനും നല്ലതാണ്. സോ ട്രാഫിക് ഫ്ലോവിനെക്കാട്ടും ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ആമസോൺ വെബ് സർവീസ് AWS ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്, ഇതും കൂടെ ഓർത്ത് വെച്ചു. അപ്പോൾ ഓൾറെഡി ടയർ 1 ഓഫ് സൗത്ത് ഇന്ത്യൻ എയർപോർട്ട്സിലൊക്കെ ഇതുണ്ട് എല്ലാം കൂടെ. സോ റിമെമ്പർ ഇറ്റ്സ് എ നെർവസ് സിസ്റ്റം ഓഫ് ദി എയർപോർട്ട് മാനേജ്മെന്റ് ഇൻ ഇന്ത്യ. ദാറ്റ്സ് എ വെരി സിമ്പിൾ വേ ഓഫ് റിമെമ്പറിങ് ഇറ്റ്. അത് ഓർത്ത് വെക്കാം. പിന്നെ അടുത്തത് ഒബ്വിയസ്ലി ഇന്റർനാഷണൽ ന്യൂസിൽ ഷെയ്ഖ് ഹസീന ഇറക്കിയ പോഡ്കാസ്റ്റ് ബാംഗ്ലാദേശ് കോടതി ബാൻ ചെയ്തു. അത് ഹെയ്റ്റ് സ്പീച്ചാണ്. ആൾക്കാരെ ഹെയ്റ്റ് സ്പീച്ച് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഷെയ്ഖ് ഹസീനയുടെ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ന്യൂയോർക്കിലുള്ളൊരു വാർത്തയാണ് പറയുന്നത്. ആൻഡ് അഗെയിൻ വാട്ട് ഈസ് നെക്സ്റ്റ്? US യുക്രൈൻ ആണെങ്കിൽ അടുത്തൊരു മാപ്പ് സ്റ്റഡി. വേർ ഇസ് മാൾട്ട? മാപ്പിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യേണ്ടതാണ്, ന്യൂസിലുണ്ട്. സോ യു ഷുഡ് ബി ലൊക്കേറ്റിംഗ് വേർ ഇസ് മാൾട്ട, എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളതൊന്ന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ജോർജിയൻ പ്രൈം മിനിസ്റ്ററും യൂറോപ്യൻ യൂണിയനിൽ ചേരണോ വേണ്ടെന്നുള്ള വലിയ ചർച്ച നടക്കുകയാണ് ജോർജിയയിൽ. സോ അഗെയിൻ നമ്മൾ ഓൾറെഡി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് ജോർജിയയുടെ ബോർഡർ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഫൈൻഡ് ഔട്ട് ജോർജിയ എവിടെയാണ്, ജോർജിയ ഷെയർസ് ഇസ് ബോർഡേഴ്സ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇറ്റ്സ് റിയലി ഗുഡ്. സോ അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഇസ്രായേൽ കമ്മിറ്റിംഗ് ജെനോസൈഡ് അഗൈൻ ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നതാണ്, പ്രധാനപ്പെട്ട ഒരു ഇന്റർനാഷണൽ ഏജൻസിയാണ് ആംനസ്റ്റി. ഇസ്രായേൽ കമ്മിറ്റിംഗ് ജെനോസൈഡ് നമ്മൾ ഇന്ന് തന്നെ കണ്ടില്ലേ, ഇത് ഏകദേശം 43,000 കണക്ക് പറയുന്നത്, പക്ഷേ ഏകദേശം 1.86 lakhs ആൾക്കാരാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ടും കൊല്ലപ്പെട്ടതെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഇമാജിൻ, ബിലീവ് ഇറ്റ് ഓർ നോട്ട്, അത്രയും വലിയൊരു ഇഷ്യൂ ആണെന്നാണ് പറയുന്നത്. ഫ്രാൻസ് മക്രോൺ സീക്സ് ന്യൂ പ്രീമിയർ. ഫ്രാൻസിലെ പ്രസിഡന്റ് ആണ് ഇമാനുവൽ മാക്രോൺ. സോ അദ്ദേഹം ഒരു പുതിയ പ്രൈം മിനിസ്റ്ററിനെ നോക്കുന്നുണ്ട്. കാരണം വലിയൊരു പൊളിറ്റിക്കൽ ക്രൈസിസിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഹീസ് ലുക്കിംഗ് ഫോർ എ ന്യൂ പ്രൈം മിനിസ്റ്റർ. പിന്നെ സിറിയയിലുള്ള ക്രൈസിസ് നമുക്കിനി വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യേണ്ടത് തന്നെയാണ്. സോ എന്താണ് സിറിയൻ ഇൻസർജൻസ്? ദേ ഹാവ് എൻറ്റർഡ് ദ സിറ്റി ഓഫ് ഹമ. ഇത് ഓൾറെഡി ഞാൻ അന്ന് പറഞ്ഞൊരു ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നതാണ്. ഐ ഗേവ് യു സ്മോൾ എക്സാമ്പിൾ റിഗാർഡിംഗ് ദിസ്. ഓൾറെഡി സിറിയയിൽ തന്നെ ഓൾറെഡി അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്. ഓൾറെഡി ഇത് ഓർത്താൽ മതി, ഓൾറെഡി ഒരു സിറിയയിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ ഒപ്പോസിഷൻ ഉണ്ട്. ഈ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് അവിടെ വേറെ കുറേ ഫോഴ്സസ് ഉണ്ട്, കുറേ ചെറിയ ഫോഴ്സസ് ഉണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ വേറെയും ആൾക്കാരുണ്ട്, കുർദിഷ് ഫോഴ്സസ്, അവർക്ക് വേറെ കുറേ ഡിമാൻഡുകളുണ്ട്. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഇന്റർനാഷണൽ രാജ്യങ്ങളുണ്ട്, US, റഷ്യ, ഇവരൊക്കെ ഇതിന് ഇൻവോൾവ് ആണ്. അപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇതിൽ ആരെങ്കിലും ഒരാളെ അവർ സപ്പോർട്ട് ചെയ്യും. മറ്റു രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളും ഇവരെ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യും. സോ മൊത്തത്തിലുള്ളൊരു ഇഷ്യൂ ആണ് ഈ ക്രൈസിസ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റ് നടക്കുമ്പോൾ പ്രധാന പ്രശ്നം സിറിയയിൽ സമാധാനം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കീ പോയിന്റ്. ദർ ഇസ് നോ പീസ് ഇൻ സിറിയ. സോ ഇതാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള വാർത്തകൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഐ തിങ്ക് ഇന്നത്തെ വാർത്ത കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഐ കം അപ്പ് വിത്ത് ദി അതർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഓൾസോ. സോ കീപ് ഇൻ ടച്ച്, കീപ് ലേണിംഗ് IAS ഫാക്ടർ. ദിസ് ഇസ് അർജുൻ R. Shankar. Thank you so much.